Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna. Sri Radha Govinda Temple ISKCON Mangalore Bhagavad Gita ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ആരും കണ്ടില്ലെന്ന് ആകെ പ്രഭു 2 മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഏകാദശിയാണ്, നിർജ്ജല ഏകാദശിയാണ് അല്ലെ ഇന്ന്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു 3 പ്രാവശ്യം നാമം ജപിച്ചിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാമെന്ന്. കാരണം വെച്ചാൽ നാമം ജപിക്കാൻ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞ ദിവസമല്ല, അപ്പൊ ഒരു 3 പ്രാവശ്യം നമുക്ക് നാമം ജപിക്കാം എല്ലാവർക്കും. ഹരേ കൃഷ്ണ. എല്ലാവരും അഡ്മിറ്റ് ജപിക്കാം. ഹരേ കൃഷ്ണ. വീഡിയോ ഓൺ ആക്കി പറ്റുന്നവർക്ക് വീഡിയോ ഓൺ ആക്കിക്കോളൂ. ഹരേ കൃഷ്ണ. നാമം ജപിക്കാം 3 പ്രാവശ്യം. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിട്ട് നമുക്കിന്ന് ക്ലാസ് തുടങ്ങാം. ഹരേ കൃഷ്ണ. എല്ലാവരും ഒരുമിച്ച് ജപിച്ചോളൂ കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എന്താ ആരും വീടില്ല, ആരും വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത്? എനിക്കൊന്നില്ല ആരും അല്ലേ? അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പേരെല്ലാവരും ഓണാക്കിയിരിക്കുന്നല്ലേ? ഇന്ന് ആറ് കുറവുണ്ടോ? അന്ന് വന്നിട്ടും ഇല്ലല്ലോ, 23 പേര് വന്നിട്ടില്ലല്ലോ. ഹരേ കൃഷ്ണ. ഇന്ന് വേറെ എന്തെങ്കിലും വിശേഷമുണ്ടോ? ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് അധ്യായം 6 ധ്യാനയോഗം അല്ലെ. 5 അധ്യായം കഴിഞ്ഞു. 6ാമത്തെ അധ്യായത്തിലേക്ക് എത്താണ് നമ്മൾ ഇന്ന്. 6ാമത്തെ അധ്യായം ധ്യാനയോഗം. ഏകാദശി എടുക്കാൻ പറഞ്ഞാറുണ്ടാണ് അന്ന് എല്ലാവരും വരാത്തത്. ഞാൻ എല്ലാവരും ഇത് നമസ്കരിക്കുകയാണ് ഭഗവാനെ. ഹരേ കൃഷ്ണ. ഉണ്ടോ? അറ്റൻഡ് ആണല്ലേ? എല്ലാവരും ഉണ്ട് അല്ലെ? ഓക്കെ. ഹരേ കൃഷ്ണ. ഇത്തിരി വൈകിന്ന് മാത്രമല്ല അല്ലെ വരാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വരാറുണ്ട് എല്ലാവരും വേഗം. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് 6ാമത്തെ അധ്യായം ധ്യാനയോഗം. ഇന്ന് 6ാമത്തെ അധ്യായാണ്. ധ്യാനയോഗത്തിലേക്ക് കടക്കാണ്. അപ്പൊ കഴിഞ്ഞ അധ്യായത്തിൽ 5ാമത്തെ അധ്യായം എന്താണ്? കർമ്മയോഗം. കൃഷ്ണാവബോധത്തിൽ അല്ലെ. 5ാമത്തെ അധ്യായത്തിൽ എന്താ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മള്? ബ്രഹ്മനിർവാണം പോകണം എന്ന് പറഞ്ഞു അല്ലെ ഭഗവാൻ. ബ്രഹ്മനിർവാണം എന്ന് വെച്ചാൽ എന്താണ്? ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക്. അപ്പൊ അത് എങ്ങനെയാണ് പറഞ്ഞത്? എങ്ങനെയുള്ളവർക്കാണ് കടക്കാൻ സാധിക്കുന്നു പറഞ്ഞത്? നമ്മൾ പറഞ്ഞു, സംശയങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദ്വന്ദ്ങ്ങൾക്ക് അതീതരായവർക്ക്, മനസ്സ് തന്നിൽ തന്നെ വ്യാപരിച്ചവർക്കും, സകല ജീവജാലങ്ങളോടും ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും, സർവ്വപാപങ്ങളിൽ നിന്ന് മോചനം നേടിയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ബ്രഹ്മനിർവാണം പോകാനായിട്ട് അല്ലെ, ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് കടക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയല്ല 5ാമത്തെ അധ്യായത്തിൽ നമ്മൾ ലാസ്റ്റ് നിർത്തിയത്. അങ്ങനെ നിർവാണം പോകാനായിട്ട് പറ്റുന്ന പറഞ്ഞു. പിന്നെ ശാന്തി ശ്ലോകം പറഞ്ഞു തന്നു നമുക്ക് അല്ലെ. ശാന്തി ശ്ലോകം പറഞ്ഞു തന്നു. അപ്പൊ ഈ ബ്രഹ്മനിർവാണം പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മനിർവാണത്തിന്റെ ആ തത്വങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് ഭഗവാൻ എന്താ പറയുന്നത്? 6ാമത്തെ അധ്യായത്തില് അഷ്ടാംഗ യോഗിയെ കുറിച്ചാണ് പറയുന്നത്.
ഇനി ആ ബ്രഹ്മനിർവാണ തത്വങ്ങളൊക്കെ വിവരിച്ചതിന് ശേഷം അഷ്ടാംഗ യോഗയിലൂടെ എങ്ങനെയാണ് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അതാണ് അഷ്ടാംഗ യോഗയെ കുറിച്ചാണ് 6ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. പക്ഷെ ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത് ഈ കലിയുഗത്തില് പ്രയാസമേറിയ ഒരു പ്രക്രിയയാണ്. പക്ഷെ നമ്മൾ ഈ അധ്യായത്തിൽ അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കലിയുഗത്തിൽ അതിന് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമുക്ക് കർമ്മയോഗം അതല്ലെങ്കിൽ കൃഷ്ണാവതാരത്തോടെ ചെയ്യുന്ന കർമ്മം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അഷ്ടാംഗ യോഗയെ കുറിച്ച് ഇവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ തന്നെ പറയുന്നുണ്ട് അത് സാധാരണ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും കലിയുഗത്തില് പ്രയാസമേറിയ ഒരു പ്രക്രിയയാണെന്ന് പറയുന്നുണ്ട്. അഷ്ടാംഗ യോഗ പദ്ധതികളൊക്കെ എന്തിനുള്ളതാണ്? നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട്, അല്ലെ? നമ്മളെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ, മനസ്സിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യോഗ പദ്ധതികളൊക്കെ ഉള്ളത്. കലിയുഗത്തില് പക്ഷെ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അഷ്ടാംഗ യോഗ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണെന്ന് ഇതില് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അഷ്ടാംഗ യോഗയെ കുറിച്ചാണ് 6ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറയുന്നത് ധ്യാനയോഗ. അപ്പൊ ധ്യാനയോഗത്തിലൂടെ നമ്മൾ എങ്ങനെ ധ്യാനിക്കുക, അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള ഭഗവാൻ നമ്മൾ പറഞ്ഞു. ആത്മസാക്ഷാത്കാരത്തിന്റെ 3 ഭാവങ്ങൾ നമ്മൾ കണ്ടു. ബ്രഹ്മൻ, പരമാത്മ, പിന്നെന്താണ് ഭഗവത് സാക്ഷാത്കാരം കണ്ടു. അതില് പരമാത്മാ സാക്ഷാത്കാരം നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? നമ്മൾ ധ്യാനത്തിലൂടെ നമുക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ ഒരു രൂപത്തിനെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നതാണ്, അല്ലെ? കുറേ വർഷങ്ങൾ നമുക്ക് എടുക്കാം, കുറെ ചിലപ്പോ ജന്മങ്ങൾ നമുക്ക് വേണ്ടി വരും. അങ്ങനെ ധ്യാനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഭഗവാനെ പ്രാപിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അതാണ് നമ്മൾ പറഞ്ഞ ധ്യാനത്തിലൂടെ നമ്മൾ ചെയ്യണം. അപ്പൊ കുറെ സമയങ്ങൾ, കുറെ എന്താ പറയാ വർഷങ്ങൾ നമ്മൾ ധ്യാനിച്ച് ഭഗവാനിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നതാണ്. അതാണ് ധ്യാനയോഗത്തിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. അപ്പോ അധ്യായം 6 ധ്യാനയോഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗീതാ മഹാത്മ്യം പറയാണ്, ഭഗവത്ഗീതയുടെ ഒരു അധ്യായം പാരായണം ചെയ്യുന്ന ഒരു മർത്യന്റെ 32 തരത്തിലുള്ള അപരാധങ്ങളെ ഭഗവാൻ കേശവൻ പൊറുക്കുന്നു. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞ 32 അപരാധങ്ങൾ, നമ്മളുടെ 32 തരത്തിലുള്ള അപരാധങ്ങളെ ഭഗവാൻ കേശവൻ പൊറുക്കുന്നു എന്ന് ഹരിഭക്തി വിലാസത്തിൽ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പോകെ പഠിക്കട്ടെ, അപരാധങ്ങളൊക്കെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 6 ശ്ലോകം വായിക്കുക. ഭഗവാനുവാച അനാശ്രിത കർമ്മ ഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസി ച യോഗി ച നിരക്തിർന ചാക്രിയഃ. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യത കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി. അയാളാണ് യഥാർത്ഥ യോഗിയും, അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല. അപ്പൊ ഭഗവാൻ ഇവിടെ എന്താ പറയുന്നത്? കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ, കർമ്മഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മികമായിട്ടുള്ള ഒരു ബാധ്യത, നമ്മുടെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഒരു കടമയാണ്, ബാധ്യതയാണെന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന വ്യക്തിയെ നമുക്ക് എന്ത് പറയാം? സന്യാസി എന്ന് പറയാം, അല്ലെ? എല്ലാ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് എല്ലാം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് സന്യാസി. അയാൾ തന്നെയാണ് ആര്? യഥാർത്ഥ യോഗി. അപ്പൊ യോഗി എന്ന് പറയുന്നതും സന്യാസി എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഒരാളെ തന്നെ പറയാം. അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും അവര് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച വ്യക്തിയായിരിക്കും. കർമ്മത്തിന്റെ ഫലത്തിൽ ഒരിക്കലും അവർക്ക് ആസക്തി ഉണ്ടാവില്ല. ധാർമ്മികമായിട്ടുള്ള ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം എന്ന നിലയിലാണ് അവര് കർമ്മങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് പറയാം? യഥാർത്ഥ യോഗി അല്ലെങ്കിൽ സന്യാസി എന്ന് പറയാനായിട്ട് സാധിക്കും. അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമകൾ നിർവഹിക്കാത്തവനോ ഒന്നും നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കില്ല? സന്യാസി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. നമുക്കുള്ള ഓരോ കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അതൊക്കെ നിറവേറ്റി ഈ വ്യക്തിയാണ് സന്യാസി എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഇതിനൊന്നും ഉപേക്ഷിച്ചവരെ നമുക്ക് സന്യാസി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇവിടെ യോഗയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതാണ് യോഗ എന്ന് പറഞ്ഞാല്, ഇതിനെയാണ് യോഗ എന്ന് പറയുന്നതാണ്. കുറെ പിക്ചർ തന്നിട്ട് നമുക്ക് ചോദിക്കാണ്, ഇതിനെ നമുക്ക് യോഗ എന്ന് പറയാൻ സാധിക്കുമോ? ഈ പിക്ചർ തന്നിട്ട് പിന്നെ ഇവിടെ നോക്കി തല മണ്ണിൽ കുഴിച്ചിട്ടിട്ടിരിക്കുക, ഇതാണോ യോഗ എന്നാ ചോദിക്കുന്നത്. ഇതിനെ യോഗ എന്ന് പറയാൻ സാധിക്കുമോ? പിന്നെ ഈ തരത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതിനൊക്കെ നമുക്ക് യോഗ എന്ന് പറയാനായിട്ട് സാധിക്കുമോ എന്നാണ് നമ്മളോടിവിടെ ചോദിക്കുന്നത്. എന്താ പറയുന്നത്? നമുക്ക് യോഗ എന്ന് പറയാൻ സാധിക്കുമോ? ഇതിനൊക്കെ ഇല്ല. നമുക്ക് യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത്, അല്ലെ? യോഗം എന്ന് പറഞ്ഞാല് കണക്ട് ടു ഗോഡ്, ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യിക്കുന്നതിനെ, ബന്ധിപ്പിക്കുന്നതിനെ നമുക്ക് യോഗ എന്ന് പറയാം. അത് കർമ്മയോഗം, ജ്ഞാനയോഗം, അഷ്ടാംഗ യോഗം, ഭക്തി യോഗം എല്ലാതും എന്താണ്? ഭഗവാനായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യോഗ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ കണ്ടതൊക്കെ എന്താണ്? നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന എന്താ പറയാ എക്സസൈസ്
നമ്മൾ അതിനെ ഉപദ്രവിക്കുകയാണെന്ന് പറയും. ഇപ്പൊ തല മണ്ണിലൊക്കെ കുഴിച്ചിടാന്ന് പറയുന്നതാണ് നമ്മളെ ശരീരത്തിന് കൊടുക്കുന്ന ക്ലേശങ്ങളാണ് അതൊക്കെ അല്ലെ. ശരിക്കും അതൊക്കെ പറഞ്ഞ നമ്മളെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന ക്ലേശങ്ങളാണ്. അതിനൊന്നും നമുക്ക് യോഗ എന്ന് പറയാൻ സാധിക്കില്ല. യോഗ എന്ന് പറഞ്ഞാല് ഭഗവാനായിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾക്ക് എന്ത് പറയുന്നത്, യോഗ എന്ന് പറയുന്നത്. അപ്പൊ ഈ യോഗ പറഞ്ഞ ഈ അധ്യായത്തില് ധ്യാന യോഗയില് അഷ്ടാംഗ യോഗയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അഷ്ടാംഗ യോഗയുടെ പടവുകളെ കുറിച്ചാണ്, അംഗ യോഗ അല്ലെ, അഷ്ടാംഗ യോഗയുടെ പടവുകൾ, സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. 8 സ്റ്റെപ്പുകളാണ് അഷ്ടാംഗ യോഗയ്ക്കുള്ളത്. ഏതൊക്കെയാണ്? യമ, നിയമ, ആസന, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. ഇതൊക്കെയാണ് അഷ്ടാംഗ യോഗയുടെ 8 സ്റ്റെപ്പുകൾ, 8 പടവുകളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് യമം, നിയമ, ആസന, പ്രാണായാമം, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. അതാണ് 8 സ്റ്റെപ്പുകൾ. ഏതൊക്കെയാണ്? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. ഇതാണ് അഷ്ടാംഗ യോഗയുടെ 8 സ്റ്റെപ്പുകൾ. ഫസ്റ്റത്തെ നമുക്ക് നോക്കാം. യമം. യമം എന്ന് പറഞ്ഞാൽ എന്താണ്? യമം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുള്ളത്, നമ്മൾ ശീലിക്കേണ്ടതായിട്ടുള്ളത്, അങ്ങനത്തെ ചിലത് നമ്മൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിയന്ത്രണങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? യമം എന്ന് പറയാനായിട്ട് സാധിക്കും. നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്? യമം എന്ന് പറയുന്നത്. അപ്പൊ യമം എന്ന് പറഞ്ഞാല് ചില കാര്യങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് പറയാം? യമം എന്ന് പറയാനായിട്ട് സാധിക്കും. യമ എന്ന് പറയാം. അപ്പൊ ഫസ്റ്റത്തെ അഷ്ടാംഗ യോഗയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് യമം. യമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയാണ് യമം എന്ന് പറയുന്നത്. രണ്ടാമത്തത് നിയമം. രണ്ടാമത്തത് എന്താണ്? നിയമമാണ് പറയുന്നത്. നിയമം എന്ന് പറഞ്ഞാല് നമ്മൾ സ്വയം പരിശീലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, നമ്മൾക്ക് പരിശുദ്ധരാവാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വയം പരിശീലിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റത്തെ യമം എന്ന് പറഞ്ഞത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, നിയമം എന്ന് പറഞ്ഞത് നമ്മള് പരിശീലനത്തിലൂടെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? നിയമം എന്ന് പറയുന്നത്. ഇപ്പൊ നിയമം എന്ന് പറയുമ്പോ അതിലേതൊക്കെ പറയാം? നമുക്കിപ്പോ നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റ് ശീലമില്ലാത്തവരാണെങ്കിൽ പതുക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നാമം ജപിക്കാൻ തുടങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ പുസ്തകങ്ങള്, ഈ പറഞ്ഞ നമ്മൾ ഈ ഭഗവത്ഗീത പോലുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങുന്നത്. ഇതൊന്നും നമുക്ക് ശീലം ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ പതുക്കെ എന്താണ്, സ്വയം നമ്മൾ പരിശീലനത്തിലൂടെ ചെയ്ത് കൊണ്ടുവരുന്നതാണത്. പതുക്കെ അത് ചെയ്ത് നമ്മൾ വരിക. അതിനാണ് നമ്മൾ എന്ന് പറയാ? നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റത്തെ യമം നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മള് എന്താ പറയാ, യമനിയമങ്ങൾ എന്ന് പറയും. നമ്മൾ യമനിയമങ്ങളില് യമം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങള്, എന്താ പറയാ, നമ്മള് നോൺ വെജ് കഴിക്കുന്നത്, അത് നമ്മൾ ഉപേക്ഷിക്കുക. അതിന് നമുക്ക് എന്താ പറയാ? യമത്തിൽ പറയാൻ സാധിക്കും അല്ലെ. ചിലത് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളത് പറയുമ്പോ മദ്യം ഒഴിവാക്കുക, ഇപ്പൊ നോൺ വെജ് നമ്മൾ ഒഴിവാക്കുക, അതൊക്കെ യമങ്ങളാണ്, നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള്. നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പരിശീലനത്തിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളത് ശീലിച്ചു വരേണ്ട കാര്യങ്ങൾ നിയമം. അതായത് നമുക്ക് ഉദാഹരണം എന്ത് പറയാ? രാവിലെ നമ്മളിപ്പോ എണീറ്റ് വിളക്ക് വെച്ച് നാമം ജപിക്കാനായിട്ട് പരിശീലിക്കുക. അതേപോലെ തന്നെ ബുക്കുകൾ വായിക്കുക, ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാനായിട്ട് പരിശീലിക്കുക. അതൊക്കെ നമുക്ക് എന്ത് പറയാം? നിയമങ്ങൾ എന്ന് പറയാം. ഉദാഹരണം. അപ്പൊ യമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടത്, നിയമം എന്ന് പറഞ്ഞാല് നമ്മള് ശീലിക്കേണ്ട കാര്യങ്ങളാണ് നിയമം എന്ന് പറയുന്നത്. രണ്ടു മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തത് ആസന. ആസന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റർ അല്ലെങ്കിൽ നമ്മളെ ഒരു മെഡിറ്റേഷൻ സീറ്റ്, നമ്മളെ മെഡിറ്റേഷൻ ഇരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ നമ്മളെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസന എന്ന് പറയുന്നത്. അപ്പൊ യമ, നിയമ, ആസന, 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. അഷ്ടാംഗ യോഗയുടെ ഫസ്റ്റത്തെ 3 സ്റ്റെപ്പുകൾ യമ, നിയമ, ആസന, അത് 3 കണ്ടു. നാലാമത്തതാണ് പ്രാണായാമം. പ്രാണായാമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മള് ശ്വാസത്തെ കൺട്രോൾ ചെയ്യുന്നതിന്. പ്രാണായാമം എന്ന് വെച്ചാല് നമ്മളെ ശരീരത്തെ മനസ്സിനെയും ബന്ധിപ്പിക്കുന്ന ആ ശ്വസനത്തെ കൺട്രോൾ ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? പ്രാണായാമം എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ പ്രാണായാമം എന്ന് പറഞ്ഞാല് നമ്മൾ ആ ശ്വാസത്തെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മളെ ബ്രീത്ത് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയണത്? ബ്രീത്ത് കൺട്രോൾ ചെയ്യുന്നതിനെ നമുക്ക് പ്രാണായാമം എന്ന് പറയാനായിട്ട് സാധിക്കും. 4 മനസ്സിലായി. യമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങള്, നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ ശീലിക്കേണ്ട കാര്യങ്ങള്, ആസന എന്ന് പറഞ്ഞാല് നമ്മുടെ മെഡിറ്റേഷൻ സീറ്റ്, പ്രാണായാമം എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ്?
ശ്വാസത്തെ കൺട്രോൾ ചെയ്യുക അല്ലെ. 4 കാര്യങ്ങൾ മനസ്സിലായല്ലോ. പ്രാണായാമം എന്ന് വെച്ചാൽ നമ്മൾ ശ്വാസത്തെ കൺട്രോൾ ചെയ്യുന്നതാണ് പ്രാണായാമം. ഇനി പ്രത്യാഹാരം. പ്രത്യാഹാരം എന്ന് വെച്ചാല് വിഡ്രോവൽ ഓഫ് സെൻസ്, അതായത് നമ്മളെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുക, പിൻവലിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? പ്രത്യാഹാരം എന്ന് പറയാം. അപ്പൊ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഏതാ വരുന്നത്? പ്രത്യാഹാരം. പ്രത്യാഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ? നിയന്ത്രിക്കുക. ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രത്യാഹാരം എന്ന് പറയുന്നത്. ഫസ്റ്റ് തന്നെ യമങ്ങൾ, നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ശീലിക്കേണ്ട കാര്യങ്ങൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മെഡിറ്റേഷൻ പോസ്റ്റ് നമ്മൾ ആ സീറ്റും ഒക്കെ ആക്കി, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ശ്വാസത്തെ, അത് കഴിഞ്ഞിട്ട് എന്താണ്? പ്രത്യാഹാരം. പ്രത്യാഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രത്യാഹാരം എന്ന് പറയുന്നത്. മനസ്സിലായോ ഇത്രയും പോയിന്റ് പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് ഏതാണ്? ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുക. നമ്മൾ അതിനെ വിഡ്രോവൽ ഓഫ് സെൻസ് എന്ന് പറയും. ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുക. അതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തത് ധാരണ. ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കോൺസെൻട്രേഷൻ. നമ്മളൊരു ഫോക്കസ് ചെയ്യുക, ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക, ശ്രദ്ധ പതിപ്പിക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ധാരണ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ധ്യാനം. ധ്യാനം എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ള, ഒത്തിരി കൂടി ഡീപ്പായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നമുക്ക് എന്താ പറയാ? ധ്യാനം അല്ലെ. ധ്യാനിച്ചിട്ട് ധ്യാനിക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നത് എന്താണ്? സമാധി. സമാധിയിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളുടെ അവസ്ഥ എന്തായിട്ടുണ്ടാവും? നമ്മള് ഫുള്ള് ഏത് രീതിയിൽ എത്തിയിട്ടുണ്ടാവും? നമ്മൾ സമാധിയിലേക്ക് എത്തുമ്പോ കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ഭഗവാനെ കാണാവുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും അല്ലെ. അതാണ് ആ വ്യക്തി. അപ്പൊ അങ്ങനെയായിരിക്കും ആ വ്യക്തിക്ക് ചുറ്റും സന്തോഷമായിരിക്കും, ആനന്ദത്തിലുള്ള ഒരു അവസ്ഥയായിരിക്കും ആർക്ക് ഉണ്ടാവണം? അതീന്ദ്രിയ സുഖം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ആ ഒരു വ്യക്തി ഏതിൽ എത്തുമ്പോണ്ടാവുന്നത്? ഈ സമാധിയിൽ എത്തുമ്പോണ്ടാവുന്നത്. അങ്ങനെയുള്ള വ്യക്തിക്ക് അതീന്ദ്രിയമായിട്ടുള്ള സുഖം അനുഭവപ്പെടും. കാരണം ആ വ്യക്തി എങ്ങനെയാണ്? കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ദർശിക്കുന്നത് ആരെയാണ്? ഭഗവാനെയാണ് ദർശിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. കാരണം അതാണ് സമാധി. സമാധി എന്ന് പറഞ്ഞാല് അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്താണ്. അപ്പൊ ഫസ്റ്റ് എന്താണ്? യമ, നിയമ, ആസന, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, സമാധി. ഇതാണ് അഷ്ടാംഗ യോഗയുടെ 8 പടവുകൾ പറയുന്നത്. അപ്പൊ യമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങള്, നിയമം നമ്മൾ ശീലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, ആസന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊസിഷൻ, മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട്, പ്രാണായാമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്, ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ശ്രദ്ധ, അതായത് നമ്മളെ ഒരു കാര്യത്തിൽ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ നമ്മൾ ഇരുന്ന് ധ്യാനിക്കാനായിട്ടുള്ള ശ്രദ്ധ ഫോക്കസ് ചെയ്യുക നമ്മളൊരു കാര്യത്തിൽ. അത് കഴിഞ്ഞിട്ട് ധ്യാനം, നമുക്ക് എവിടെയെങ്കിലും പോയിരുന്നിട്ട് ധ്യാനിക്കുക. ഭഗവാന് ഇഷ്ടമുള്ള രൂപത്തെ നമ്മൾ ധ്യാനിക്കുന്നതാണ്. ധ്യാനം വന്നു. ലാസ്റ്റ് വന്നിട്ട് എന്താണ്? സമാധി. സമാധിയിലേക്ക് എത്തുമ്പോഴേക്കും എന്തായിട്ടുണ്ടാവും? നമ്മള് ശരിക്കും ഭഗവാനെ കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ഭഗവാനെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും. അതായത് നമ്മൾ ഫുള്ള് ആനന്ദം നിറഞ്ഞൊരു അവസ്ഥയിലായിരിക്കും നമ്മൾ എത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥയിൽ ആത്മീയ ആനന്ദം അനുഭവിക്കാനായിട്ട്, അതീന്ദ്രിയ സുഖം അനുഭവിക്കാനായിട്ട് സമാധിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്ക് സാധിക്കും. ഇതാണ് അഷ്ടാംഗ യോഗയുടെ 8 പടവുകൾ പറയുന്നത്. മനസ്സിലായല്ലോ? ധാരണ അതൊന്നുകൂടി പറയും. ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ. മാതാജി, കോൺസെൻട്രേഷന് നമ്മള് പറയാം. ഇനി എന്താ പറയണത്? ഉത്തരേതാത്മനാത്മാനം ആത്മനാമവസാദയേത് ആത്മൈവാഹ്യാത്മനോ ബന്ധുരാത്മൈവാരിപുരാത്മനഃ. മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം, അധപതിക്കരുത്. ശക്തനായ ആത്മാവിന് തന്റെ മനസ്സാണ് ബന്ധു, അത് തന്നെയാണ് ശത്രുവും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം. എന്ത് ചെയ്യരുത്? അധപതിക്കരുത്. ബദ്ധനായ ആത്മാവിന്റെ ശത്രുവും മിത്രവും ആര് തന്നെയാണ്? മനസ്സ് തന്നെയാണ്. അപ്പൊ ഒരു ആത്മാവിന്റെ ശത്രുവും ആര് തന്നെ? മനസ്സ് തന്നെയാണ്. മിത്രവും ആര് തന്നെയാണ്? മനസ്സ് തന്നെയാണ്. മനുഷ്യൻ എന്ത് ചെയ്യണം? മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കാനായിട്ട് പഠിക്കണം.
അപ്പൊ നമ്മൾ ഈ യോഗയിലൂടെ ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇന്ദ്രിയ വിഷയങ്ങളുടെ ആകർഷണ വലയത്തിൽ നിന്ന്, അതായത് മനസ്സിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യോഗകളൊക്കെ ചെയ്യണതില്ല. കാരണം മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യോഗകളൊക്കെ ചെയ്യുന്നതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണ്? നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യുക. അപ്പൊ ഈ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കണം. കാരണം മനസ്സിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്? കാരണം നമ്മളെ ബന്ധുവും ശത്രുവും ആര് തന്നെയാണ്? മനസ്സ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? നമുക്ക് നമ്മളെ ബന്ധുവാക്കിയിട്ട് മനസ്സിനെ മാറ്റാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താ പ്രോബ്ലം? നമ്മളെ ജീവിതം മുഴുവനും നമ്മളുടെ ആരൊപ്പം കഴിയേണ്ടി വരും? നമ്മളുടെ ശത്രുവിന്റെ ഒപ്പം നമ്മൾ കഴിയേണ്ടി വരും അല്ലെ? അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം. മനസ്സിനെ കൺട്രോൾ ചെയ്താലേ നമുക്ക് ഇതൊക്കെ നടക്കുള്ളൂ. കാരണം ഭക്തനായ ആത്മാവിന്റെ മിത്രവും ശത്രുവും ആര് തന്നെയാണ്? മനസ്സ് തന്നെയാണ്. അപ്പൊ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളെ ശത്രുവായിട്ട് മാറും മനസ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളെ ജീവിതം മുഴുവനും നമ്മൾ ആ ശത്രുവിന്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കഴിച്ചു കൂട്ടേണ്ടതായിട്ട് വരും നമ്മൾ. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മളെ മനസ്സ് തന്നെയാണ് മിത്രവും ആ മനസ്സ് തന്നെയാണ് നമ്മളെ ശത്രുവും. അനാത്മനസ്തു ശത്രുത്തെ വർത്തേതാത്മൈവ ശത്രുവത്. മനസ്സിനെ ജയിച്ചവനെ മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത്. അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവും. അപ്പൊ മനസ്സിനെ ജയിച്ചു കഴിഞ്ഞാൽ ആ മനസ്സ് നമ്മുടെ ഉറ്റ സുഹൃത്തായിരിക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിലോ മനസ്സ് നമ്മുടെ പരമശത്രുവുമായിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ, മനസ്സിനെ ജയിച്ച മനസ്സ് സുഹൃത്താവും, ജയിച്ചില്ലെങ്കിൽ അത് നമ്മളെ ശത്രുവായിരിക്കും. പിന്നെ നമ്മൾ ഈ ശത്രുവിന്റെ ഒപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ ജീവിതം മുഴുവനായിട്ടും ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിനെ ജയിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം മനസ്സിനെ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിനെ എന്താക്കി മാറ്റാൻ പറ്റുള്ളൂ? നമ്മളെ സുഹൃത്താക്കി മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മളെ ശത്രുവായിരിക്കും. പിന്നെ നമ്മൾ ഈ ശത്രുവിന്റെ ഒപ്പം നമ്മൾ ജീവിക്കേണ്ടതായിട്ട് വരാണ് ചെയ്യുന്നത്. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനാപമാനയോഃ. മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇപ്പൊ മനസ്സിനെ കീഴടക്കാൻ ഒരു വ്യക്തിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്താണ് പറഞ്ഞത്? ശാന്തി നേടാൻ കഴിഞ്ഞു എന്ന് പറയാനായിട്ട് സാധിക്കും. മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാത്മാവിനെ പ്രാപിക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയും. കാരണം മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചൊരു വ്യക്തിക്ക് പരമാത്മാവിനെ പ്രാപിക്കാനും കഴിയും, ശാന്തി നേടാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയായിരിക്കും? തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവും എല്ലാം എങ്ങനെയായിരിക്കും? ഒരേപോലെ തന്നെയാണ് ഫീൽ ചെയ്യേണ്ടത്. അല്ലാതെ തണുപ്പോ ചൂടോ സുഖോ ദുഃഖോ മാനോ അപമാനോ ഒന്നും ആ വ്യക്തിയെ ബാധിക്കുന്നില്ല. കാരണം മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ഇതെല്ലാം ആ വ്യക്തിക്ക് ഒരുപോലെ തന്നെ കാണാനായിട്ട് സാധിക്കും. എല്ലാതും നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ, പണ്ഡിതന്മാര് എല്ലാവരും ഒരുപോലെ കാണുന്നത്. അതേപോലെ തന്നെ മനസ്സിനെ കീഴടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പരമാത്മാവിനെ പ്രാപിക്കാൻ കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ശാന്തി നേടാൻ സാധിക്കും, പിന്നെ പരമാത്മാവിനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ആത്മാവ് മനസ്സിന്റെ ബുദ്ധിയുടെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം എന്നാ പറഞ്ഞതില്ല. കാരണം ആത്മാവിനെ നിയന്ത്രിക്കാണ് ഇപ്പൊ ഇന്ദ്രിയങ്ങൾ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവ് പറയുന്നതിനനുസരിച്ചാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കേണ്ടത്. പക്ഷെ തിരിച്ചാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ബുദ്ധിയെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ആത്മാവ് എന്ത് ചെയ്യണം? ആത്മാവ് പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മള് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ശാന്തി നേടാൻ സാധിക്കും, പരമാത്മാവിനെ പ്രാപിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും എല്ലാം എങ്ങനെയാണ്? മാനവും അപമാനവും എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. വിജ്ഞാന തൃപ്താത്മാ കുടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മ കാഞ്ചനഃ. ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായ ഒരാളെ ആത്മസാക്ഷാത്കാരനിഷ്ഠനായ യോഗി എന്ന് പറയാം. ആത്മസംയമിയായ അയാൾ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു. അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും എല്ലാം ഒന്നുപോലെയാണ്. ജ്ഞാനം കൊണ്ടും ആത്മസാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായിട്ടുള്ള ഒരാള്
ഇപ്പൊ ഭഗവാനെ കുറിച്ചുള്ള ഈ ഒരു ജ്ഞാനം നേടി, പിന്നെ ആത്മസാക്ഷാത്കാരം നേടി, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്താണ് വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാനില്ലല്ലേ, പരിപൂർണ സംതൃപ്തനായിരിക്കും ആ വ്യക്തി. അങ്ങനെയുള്ള വ്യക്തിയെ നമ്മൾ എന്ത് പറയും? ആത്മസാക്ഷാത്കാരം ലഭിച്ച യോഗി എന്ന് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ യോഗിയായ അയാൾ എങ്ങനെയാണ്? അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തിയാണ്. ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് കടന്ന ഒരു വ്യക്തിയായിരിക്കും ആ വ്യക്തി. അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും എല്ലാം എങ്ങനെയാണ്? എല്ലാതും ഒരുപോലെ ആയിരിക്കും. ആ വ്യക്തിയുടെ കാഴ്ചയിൽ എങ്ങനെയാണ്? കല്ല്, മണ്ണ്, സ്വർണം ഇതെല്ലാം ഒരുപോലെ തന്നെ കാണാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും. അപ്പൊ ജ്ഞാനം കൊണ്ടും ആത്മസാക്ഷാത്കാരം കൊണ്ടും സംതൃപ്തനായിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് യോഗി എന്ന് പറയാനായിട്ട് സാധിക്കും. ആ യോഗിയുടെ കാഴ്ചയിൽ കല്ലും മണ്ണും സ്വർണവും എല്ലാം ഒരുപോലെ തന്നെയാണ്. കാരണം എല്ലാത്തിനെയും ഒരേപോലെയാണ് ആ വ്യക്തിക്ക് കാണാനായിട്ട് സാധിക്കുക. അല്ലാണ്ട് സ്വർണത്തിന് വളരെ വിലയുണ്ടെന്നോ അല്ലെങ്കിൽ കല്ലും മണ്ണും ഒരു ചെറിയതാണെന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. യോഗി ചിന്തിക്കില്ല. അയാളെ സംബന്ധിച്ച് ഇതെല്ലാതും ഒരുപോലെ തന്നെയാണെന്ന് ആണ് അയാളുടെ ദൃഷ്ടിയിൽ ഇതെല്ലാം ഒരുപോലെയാണ്. ഇതിനെല്ലാത്തിനും ഒരേ വാല്യൂ ആണ് ആര് കൊടുക്കുന്നത്? അങ്ങനെ ആത്മസാക്ഷാത്കാരം ലഭിച്ച ആ യോഗി കൊടുക്കുന്നത്. കൃഷ്ണാവബോധത്തിന്റെ ശാസ്ത്രമാണ് ഭഗവത്ഗീത. ലൗകിക പാണ്ഡിത്യം കൊണ്ട് ആർക്കും കൃഷ്ണാവബോധം ഉദിക്കില്ല. അത് വിശുദ്ധ പ്രജ്ഞനായ ഒരാളുമായി സഹവസിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകണം. കൃഷ്ണന്റെ കരുണ മൂലം ജ്ഞാനത്തെ സാക്ഷാത്കരിച്ച ആളാണ് കൃഷ്ണാവബോധമാർന്ന ഭക്തൻ. അപ്പൊ കൃഷ്ണാവബോധത്തിന്റെ ശാസ്ത്രമാണ് എന്ത്? ഭഗവത്ഗീത എന്ന് പറയുന്നത് കൃഷ്ണാവബോധത്തിന്റെ ശാസ്ത്രമാണ്. നമുക്കറിയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവത്ഗീതയില് ഓരോ അധ്യായത്തിലും ഓരോ പേജിലും എന്താ പറയുന്നത്? ഓരോ വരിയിലും നമ്മൾക്കറിയാം ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് എടുത്തു പറയാണ് അല്ലെ. ഭഗവാനെ കുറിച്ചാണ് ഓരോ അധ്യായത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണാവബോധത്തിന്റെ ഭഗവാനെ കുറിച്ചുള്ള ഒരു ബോധം ഉളവാക്കുന്ന ഒരു ശാസ്ത്രമാണ് എന്ത്? ഭഗവത്ഗീത. ലൗകികമായിട്ടുള്ള പാണ്ഡിത്യം കൊണ്ട് ആർക്കും കൃഷ്ണാവബോധം ഉദിക്കില്ല. അപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ എത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര വലിയ ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് എന്താണ്? അതുകൊണ്ട് നമുക്ക് ആർക്കും കൃഷ്ണാവബോധം ഉദിക്കില്ല. കൃഷ്ണാവബോധം ഉദിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ കുറിച്ച് നമുക്ക് അറിയണം അല്ലെ. ഭഗവാനെ കുറിച്ച് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രങ്ങള് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? കൃഷ്ണാവബോധം ഉദിക്കുള്ളൂ. അതിന് നമുക്ക് ഭക്തി, ഭഗവാനില് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം, ഭക്തി ഉണ്ടാവണം. നമുക്ക് എങ്കിൽ മാത്രമേ നമുക്കൊരു ഗുരുവിലൂടെ നമുക്ക് ആ ഭഗവാനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം നേടാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നമുക്ക് ഭൗതികമായിട്ടുള്ള എത്ര നോളജ് ഉണ്ടെന്ന് പറഞ്ഞാലും അയാൾക്ക് എന്തുണ്ടാവണമെന്നില്ല? ഭഗവാനെ കുറിച്ച് അറിയണമെന്നില്ല, കൃഷ്ണാവബോധം ഉദിക്കണമെന്നില്ല. അതുകൊണ്ട് വിശുദ്ധ പ്രജ്ഞനായിട്ടുള്ള ഒരാളുമായി സഹവാസിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകണം. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഭക്തനുമായിട്ട്, വിശുദ്ധ ഭക്തനായിട്ട്, അതല്ലെങ്കിൽ നമ്മള് എന്താ പറയാ സന്യാസിമാരായിട്ട്, അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഗുരുക്കന്മാരായിട്ട് നമുക്ക് സഹവസിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകണം. കൃഷ്ണന്റെ കരുണ മൂലം ജ്ഞാനത്തെ സാക്ഷാത്കരിച്ച ആളാണ് കൃഷ്ണാവബോധമാർന്ന ഭക്തൻ. അപ്പൊ കൃഷ്ണാവബോധമാർന്ന ഭക്തൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാനെ കുറിച്ച് അറിഞ്ഞ ഒരു വ്യക്തി, ആ ഒരു ജ്ഞാനം നേടിയ വ്യക്തിയെ നമുക്ക് എന്ത് പറയാം? കൃഷ്ണാവബോധമാർന്ന ഭക്തൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ശുദ്ധ ഭക്തിപൂർവമായ സേവനത്താൽ സംതൃപ്തനാണ് അയാൾ. അയാളുടെ സംതൃപ്തി എന്ന് വെച്ചാൽ എന്താണ്? ഭക്തിയുടെ സേവനത്തില്, ശുദ്ധ ഭക്തിപൂർവമായിട്ടുള്ള സേവനത്തില്, ഭക്തിയുടെ സേവനത്തിൽ സംതൃപ്തനാണ് ആര്? ഈ കൃഷ്ണാവബോധത്തിലുള്ള വ്യക്തി. ജ്ഞാനസാക്ഷാത്കാരം അയാളെ പരിപൂർണതയിൽ എത്തിക്കും. അപ്പൊ ആ വ്യക്തിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് എന്ത് സാധിക്കും? ജ്ഞാനസാക്ഷാത്കാരം കൊണ്ട്, ഈ ജ്ഞാനം നേടിയത് കൊണ്ട് ആ വ്യക്തിയെ പരിപൂർണതയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ കൃഷ്ണാവബോധത്തിന്റെ ശാസ്ത്രം ഭഗവത്ഗീതയിൽ ഓരോ അധ്യായത്തിലും എന്താ പറയുന്നത്? ഓരോ ശ്ലോകത്തിലും അല്ലെങ്കിൽ ഓരോ വരിയിലും ഭഗവാനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് തന്നെയാണ് ഓരോന്നിലും പറഞ്ഞിരിക്കുന്നത്. ഓരോ താളിലും ഭഗവാനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് എന്ത് വേണം? നമുക്ക് ഭാഗ്യം ഉണ്ടാവണം. അതിന് നമുക്ക് ഒരു ശുദ്ധ ഭക്തന്റെ അല്ലെങ്കിൽ ആത്മീയ ആചാര്യന്റെ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ സാധു സംഗമം, നമുക്ക് അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമുക്ക് സഹവസിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഭഗവാനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം സാക്ഷാത്കരിച്ച വ്യക്തി ആരാണ്? കൃഷ്ണാവബോധമാർന്ന ഒരു ഭക്തനാണ്. അങ്ങനെയുള്ള ഭക്തന് പരിപൂർണതയിൽ എത്താനായിട്ട് സാധിക്കും. ജ്ഞാനസാക്ഷാത്കാരം നേടി പരിപൂർണതയിൽ എത്താനായിട്ട് സാധിക്കും. ഭക്തിരസാമൃത സിന്ധു 1:2-234 അതിൽ പറയുന്നുണ്ട്. ഭക്തിരസാമൃത സിന്ധു എന്ന് വെച്ചാൽ ഭക്തിയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു പുസ്തകമാണ് നമുക്ക് പറയുന്നത് ഭക്തി രസ അമൃത സിന്ധു. അതെന്താ പറയണത്? അഥ ശ്രീകൃഷ്ണ നാമാതി ന ഭാവേദ്ഗ്രാഹ്യം ഇന്ദ്രിയൈഃ സേവോന്മുഖേഃ ജിഹ്വാതൗ സ്വയമേവാസ്ഫുരത്യതഃ. അഥ ശ്രീകൃഷ്ണ നാമാതി ന ഭാവേദ്ഗ്രാഹ്യം ഇന്ദ്രിയൈഃ സേവോന്മുഖേഃ ജിഹ്വാതൗ സ്വയമേവാസ്ഫുരത്യതഃ.
ഭൗതിക മാലിന്യം പൂണ്ട ഇന്ദ്രിയങ്ങളാൽ ശ്രീകൃഷ്ണന്റെ നാമം, രൂപം, ഗുണം, ലീല എന്നിവകളുടെ സ്വഭാവം ആർക്കും ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല. ഭഗവത് സേവനം കൊണ്ട് പരിപൂരിതനാകുമ്പോൾ മാത്രമേ ഒരാൾക്ക് കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകളെയും നാമം, രൂപം, ഗുണം ഇത്യാദികളെയും അറിയാൻ കഴിയൂ. ഭക്തിരസാമൃത സിന്ധുവിൽ പറയാണ്, നമ്മൾ പറയുണ്ടായിരുന്നല്ലോ, എത്രയും ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്, നമ്മളെ ഇന്ദ്രിയങ്ങള് പ്യൂരിഫൈ ആയാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്? നാമം ജപിക്കാൻ പറയുന്നത്. നമ്മൾ പറഞ്ഞു അതല്ലേ, കാരണം അതാണ് ഈ ശ്ലോകം പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഭൗതിക മാലിന്യം പൂണ്ട ഇന്ദ്രിയങ്ങൾ കൊണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഭൗതിക മാലിന്യം നിറഞ്ഞ ഇന്ദ്രിയങ്ങളാണ്. നമ്മളെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാന്റെ നാമം, രൂപം, ഗുണം, ലീലകൾ ഇതിനെ കുറിച്ചൊന്നും ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയുടെ സേവനം ചെയ്ത്, ഭഗവത് സേവനം ചെയ്ത് നമ്മളെ ഇന്ദ്രിയങ്ങൾ പ്യൂരിഫൈഡ് ആക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ നാമം, രൂപം, ഗുണം, ലീലകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, ഗ്രഹിക്കാനായിട്ട് കഴിയുള്ളൂ. കാരണം നമ്മളെ ഭൗതികമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്കത് ഭഗവാനെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന് നമ്മള് നാമം ജപിച്ച് അല്ലെങ്കിൽ ഭക്തിയുടെ സേവനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഇന്ദ്രിയങ്ങളെ പരിശുദ്ധരാക്കി മാറ്റണം. പരിശുദ്ധിയാക്കി മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട്, മനസ്സിലാക്കാനായിട്ട്, ഗ്രഹിക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് ഇതിൽ പറയുന്നതാണ്, ഭക്തിരസാമൃത സിന്ധുവിലെ ശ്ലോകം പറയുന്നതാണ്. അഥ ശ്രീകൃഷ്ണ നാമാതി ന ഭാവേഗ്രാഹ്യം ഇന്ദ്രിയൈഹി സേവോന്മുഖേഹി ജിഹ്വാതൗ സ്വയമേവാ സ്ഫുരത്യതഃ. എങ്കിൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട്, ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അപ്പൊ ഇത്രയും നേരം ഇപ്പൊ എന്താ പറഞ്ഞത്? നമ്മൾ ഇത്രയും ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞാല് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. അഷ്ടാംഗ യോഗ പദ്ധതിയുടെ ഇതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. അതാണ് നമ്മൾക്ക് ഇത്രയും നേരം ഭഗവാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഇപ്പൊ ഇത്രയും ശ്ലോകത്തിൽ അതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിനെ നിയന്ത്രിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മള് ഭഗവാനെ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കുക, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ച്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നമ്മൾ എന്തിലേക്ക് കടക്കാണ്? ഇതിലേക്ക് കടക്കുക, ഭഗവാനെ കുറിച്ച് കൃഷ്ണാവബോധത്തിലേക്ക് വരാൻ നമുക്ക് അതിനെ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ മനസ്സ് നമ്മളുടെ ശത്രുവായിരിക്കും. നമ്മളെ മനസ്സിനെ എന്താക്കി മാറ്റണം? മിത്രമാക്കി മാറ്റണം എന്നൊക്കെയാണ് ഇതുവരെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തത്. ഇനി എന്താ പറയുന്നത്? ഭഗവാൻ പറയാണ് മനസ്സിനെ മാത്രം നിയന്ത്രിച്ചാൽ പോരാന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് അർജുനനോട്. നാത്യസ്നതസ്തു യോഗോസ്തി ന ചൈകാന്ത മനസ്നതഃ ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. അർജുന, വളരെ കുറച്ചു മാത്രം ഭക്ഷിക്കുന്നവർക്കും ഏറെ ഭക്ഷിക്കുന്നവർക്കും ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും യോഗിയാവാൻ കഴിയില്ല. ഇനി എന്താ അർജുനനോട് പറയുന്നത്? അർജുനോട് പറയുന്നത് മനസ്സിനെ മാത്രം നിയന്ത്രിച്ചാൽ പോരാ, പിന്നെ എന്ത് വേണം? വളരെ കുറച്ച് ഭക്ഷിക്കുന്നവർക്ക്, ഏറെ ഭക്ഷിക്കുന്നവർക്ക്, പിന്നെ ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും യോഗിയാവാൻ കഴിയില്ല. അപ്പൊ മനസ്സിനെ മാത്രം നിയന്ത്രിച്ചാൽ പോരാ, എന്തും കൂടി നിയന്ത്രിക്കണം. ഭക്ഷണവും നിയന്ത്രിക്കണം, ഉറക്കവും നിയന്ത്രിക്കണം എന്ന് പറയണം. കുറെ ഭക്ഷിക്കുന്നവർക്കും കുറച്ച് ഭക്ഷിക്കുന്നവർക്കും കുറെ ഉറങ്ങുന്നവർക്കും ഒട്ടും ഉറങ്ങാത്തവർക്കും എന്താവാൻ സാധിക്കില്ല? യോഗിയാവാൻ സാധിക്കില്ല. അപ്പൊ ഭഗവാൻ പറയാണ് മനസ്സിനെ മാത്രം നിയന്ത്രിച്ചാൽ പോരാ, ഉറക്കത്തെയും നിയന്ത്രിക്കണം, ഭക്ഷണത്തെയും നിയന്ത്രിക്കണം. അതും കൂടി ചെയ്താലേ യോഗിയാവാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതൂടെ ഭഗവാൻ പറയാണ്. പിന്നെന്താ പറഞ്ഞേ? യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗാ പരിശീലനം കൊണ്ട് സർവ്വ ദുഃഖങ്ങളും അകറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി ഈ കാര്യങ്ങളിൽ നിയന്ത്രണം പാലിച്ചു കഴിഞ്ഞാല് ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? യോഗാ പരിശീലനം കൊണ്ട് സർവ്വ ദുഃഖങ്ങളെയും അകറ്റാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ എത്ര കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറഞ്ഞു? ആഹാരം നിയന്ത്രിക്കണം, നിദ്ര, വിഹാരം, പ്രവൃത്തി, ഈ 4 കാര്യങ്ങളും കൂടി നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് യോഗാ പരിശീലനത്തിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും? സർവ്വ ദുഃഖങ്ങളെയും അകറ്റാനായിട്ട് സാധിക്കും. കാരണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആഹാരം നിയന്ത്രിക്കണം, നിദ്ര നിയന്ത്രിക്കണം, വിഹാരങ്ങൾ നിയന്ത്രിക്കണം, പ്രവർത്തികൾ നിയന്ത്രിക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവന് യോഗാ പരിശീലനം കൊണ്ട് എല്ലാ ദുഃഖങ്ങളും അകറ്റാനായിട്ട് സാധിക്കുമെന്ന് പറയണം.
യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചാമേന പ്രണശ്യതി. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എനിക്ക് അവന് നഷ്ടപ്പെടുകയില്ല. അപ്പൊ ഭഗവാന് എല്ലാവടും ഭഗവാനുണ്ട്, എല്ലാത്തിലും ഭഗവാൻ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഭഗവാൻ നഷ്ടപ്പെടുന്നില്ല, പിന്നെ ഭഗവാൻ അവരും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം മനസ്സ് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഭക്ഷണവും ഉറക്കവും ഒക്കെ നിയന്ത്രിക്കണം. നമ്മൾ ആഹാരവും പ്രവൃത്തി വിഹാരം പിന്നെന്താണ് ആഹാരം ഉറക്കം ഇതൊക്കെ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭഗവാനെ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞു. ഇനി അത് മാത്രല്ല, എവിടെയും ഭഗവാൻ കുടികൊള്ളുന്നതായിട്ടും എല്ലാവടും ഭഗവാൻ ഉണ്ട്, എല്ലാത്തിലും ഭഗവാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നവർക്ക് എന്താണ്? ഭഗവാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അത് മാത്രമല്ല ആ വ്യക്തിക്ക് ഭഗവാന് നഷ്ടപ്പെടുന്നില്ല. നമ്മള് എന്താ പറഞ്ഞത്? ഹിരണ്യകശിപുവിന്റെ പ്രഹ്ലാദകുമാരന്റെ കഥ പറഞ്ഞു അല്ലെ? പ്രഹ്ലാദകുമാരൻ എന്താണ്? എല്ലാവടും ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞത്. എല്ലായിടത്തും എന്തുണ്ട്? ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രപഞ്ചത്തില് എല്ലാത്തിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട്, ഭഗവാൻ ഉണ്ടെന്ന് പറയാണ്. കാരണം അങ്ങനെ ചിന്തിക്കുന്നവൻ, അങ്ങനെ മനസ്സിലാക്കുന്നവന് ഒരിക്കലും ഭഗവാൻ നഷ്ടപ്പെടുന്നില്ല. ആ ഒരു ഭക്തന് ഭഗവാനും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. എന്നിട്ടാണ് ഭഗവാൻ എവിടെ നിന്ന് വരുന്നത്? തൂണിൽ നിന്ന് വരുന്നത്. കാരണം ആ ഭക്തന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയും ഭഗവാൻ നിലകൊള്ളുന്നുണ്ട്, എല്ലാത്തിലും ഭഗവാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് ഭഗവാൻ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഭഗവാന് ആ വ്യക്തി നഷ്ടപ്പെടുന്നില്ല. കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് എപ്പോഴും. കാരണം കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി എന്താണ്? എല്ലാത്തിലും എല്ലാവടും ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും. കാരണം ആ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഇടപഴകുന്ന എല്ലാ സാഹചര്യത്തിലും എന്താണ്? ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. എല്ലാവടും ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. കാരണം ഭഗവാനാണ് തന്റെ നാഥൻ. കാരണം ഭഗവാന്റെ ഒരു അംശമാണ് താനെന്നും ഭഗവാൻ അറിയാതെ ഒന്നും നടക്കില്ല എന്നുള്ള ആർക്കറിയാൻ സാധിക്കും? ആ കൃഷ്ണാവബോധത്തിലുള്ള വ്യക്തിക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എല്ലാവടും ആരെ ദർശിക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും? കൃഷ്ണാവബോധത്തിലുള്ള വ്യക്തിക്ക് സാധിക്കും. കാരണം കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്താണ് പറയുന്നത്? കൃഷ്ണ അവബോധം, ഭഗവാനോടുള്ള ഒരു പ്രേമം വളർത്തിയെടുക്കുക, ഭഗവാനോടുള്ള ഒരു സ്നേഹം വളർത്തിയെടുക്കുക, ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും എല്ലാ സമയത്തും ആരെ മാത്രം കാണാൻ ശ്രമിക്കുക? ഭഗവാനെ കാണാനായിട്ട് ശ്രമിക്കുക. അതാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. കാരണം ഏതൊരു സമയത്തും 24 മണിക്കൂർ നമുക്ക് ഭഗവാനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം ഉണ്ടാവും. അതാണ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഭഗവാനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം ഉണ്ടാക്കുക. അതാണ് നമ്മൾ എന്ന് പറയുന്നത് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ ഭക്തനിൽ നിന്ന് ഒരിക്കലും ആര് പോകുന്നില്ല? ഭഗവാൻ പോകുന്നില്ല. ഭഗവാൻ ഒരിക്കലും ആ ഭക്തനിൽ നിന്ന് മറയുന്നില്ല. തിരിച്ചും അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ഭക്തൻ ഭഗവാൻ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. കാരണം ഏതൊരു സമയത്തും ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാവും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭഗവാന് ഒരിക്കലും ഭഗവാന് ഭക്തന്റെ എന്താ പറയാ, ആ ഭക്തന്റെ കണ്ണിൽ നിന്ന് ഭഗവാൻ ഒരിക്കലും വേർപെട്ടു പോകുന്നില്ല. തിരിച്ചും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭക്തന് ഒരിക്കലും ഭഗവാന് നഷ്ടപ്പെടുന്നുണ്ടാവില്ല. കൃഷ്ണാവബോധം ഉദിച്ച ഒരു വ്യക്തി ഭഗവാനെ എവിടെയും ദർശിക്കുന്നു, എല്ലാം കൃഷ്ണനിൽ അധ്വസിക്കുന്നെന്നും കാണുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി ഭൗതിക പ്രകൃതിയുടെ ആവിഷ്കാരങ്ങളെല്ലാം കൃഷ്ണശക്തിയുടെയാണെന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ ഓരോന്ന് കാണുമ്പോഴും അയാൾ കൃഷ്ണനെ കുറിച്ച് ബോധവാനാണ്. അപ്പൊ കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി എന്താണ്? ഭഗവാനെ എവിടെയും കാണാനായിട്ട് സാധിക്കും. കാരണം എപ്പോഴും ഭഗവാനെ കുറിച്ച് മാത്രമാണ് ആ വ്യക്തിയുടെ ചിന്ത. പിന്നെ എല്ലാം കൃഷ്ണനിൽ അധ്വസിക്കുന്നു എന്നുള്ളതും അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഭൗതിക പ്രകൃതിയുടെ ആവിഷ്കാരങ്ങളെല്ലാം ഭഗവാന്റെ ശക്തിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്തിലെ ഓരോ വസ്തുക്കൾ കാണുമ്പോഴും ആരെ കുറിച്ച് ഓർമ്മ വരും? ഭഗവാനെ കുറിച്ച് ഓർമ്മ വരും. കൃഷ്ണനെ കൂടാതെ ഒന്നിനും നിലനിൽക്കാനാവില്ല. എല്ലാത്തിന്റെ നാഥൻ കൃഷ്ണനാണ്. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ മൗലിക സിദ്ധാന്തം. അപ്പൊ ഭഗവാൻ ഇല്ലാതെ ഒന്നും നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം എല്ലാത്തിന്റെ നാഥൻ ആരാണ്? ഭഗവാനാണ്. ഭഗവാനാണ് എല്ലാത്തിന്റെ സ്രഷ്ടാവ്. നമ്മൾ ഇന്നലെ കണ്ടു അല്ലെ? എന്ന് പറഞ്ഞ എല്ലാ ജീവാത്മാക്കളുടെയും ദേവന്മാരുടെയും എല്ലാവരുടെയും നാഥൻ ആരാണ്? ഭഗവാനാണ് നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ എന്ന് മനസ്സിലാക്കുന്ന അതാണ് എന്ത്? കൃഷ്ണാവബോധം എന്ന് പറയുന്നത് തന്നെ. കൃഷ്ണാവബോധത്തിന്റെ മൗലിക സിദ്ധാന്തം എന്ന് പറയുന്നത് എല്ലാറ്റിന്റെയും നാഥൻ അല്ലെങ്കിൽ അധിപൻ ഭഗവാനാണെന്ന് മനസ്സിലാക്കുക. ഭഗവാനെ കൂടാതെ ഒന്നിനും നിലനിൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കുക. അതാണ് കൃഷ്ണാവബോധത്തിന്റെ മൗലിക സിദ്ധാന്തം എന്ന് പറയുന്നത്. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന
സന്താ സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്ത ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഏതിലത്തെയാണിത് അറിയാവോ? ഏതൊക്കെ ശ്ലോകാണിത്? ഏതിലത്തെ? ഹരേ കൃഷ്ണ, ഇത് ഏതിലാണ് ഈ ശ്ലോകം അറിയോ? ബ്രഹ്മസംഹിതയില് ബ്രഹ്മാവ് പറയുന്ന ശ്ലോകങ്ങളാണ് അല്ലെ? ബ്രഹ്മസംഹിതയിലെ ശ്ലോകങ്ങളാണിത്. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്താ സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്ത ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. എന്താ പറഞ്ഞത്? ഭക്തന്റെ പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭക്ത ഹൃദയത്തിൽ എത്ര തന്റെ ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ അവിടെ നിന്ന് വാഴുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഒരു ഭക്തന്റെ പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്ക്, പ്രേമം കൊണ്ട് അഞ്ജനം എഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള ആദി പുരുഷനാണ് ഭഗവാൻ അല്ലെ? ആദി പുരുഷനായിട്ടുള്ള ഭഗവാനെ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. എവിടെയാണ് ഭഗവാൻ നിൽക്കുന്നത്? ഭക്തന്മാരുടെ ഹൃദയത്തില്. ഭക്ത ഹൃദയത്തിലാണ് ഭഗവാൻ വാഴുന്നത്. എങ്ങനെയാണ് ഭഗവാൻ വാഴുന്നത്? ഭക്തരുടെ ഹൃദയത്തില് തന്റെ ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ. ഭഗവാന്റെ ശ്യാമസുന്ദര രൂപം ഏതാണെന്ന് അറിയാവോ? ഭഗവാന്റെ ശ്യാമസുന്ദര രൂപം എന്ന് വെച്ചാൽ കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണനായിട്ട് ഓടക്കുഴല് വായിച്ചു നിൽക്കുന്ന ആ രൂപം ഉണ്ടല്ലോ, ഓടക്കുഴല് പിടിച്ചു നിൽക്കുന്ന ഭഗവാന്റെ ആ രൂപം, അതാണ് ശ്യാമസുന്ദര രൂപം. ഭഗവാന്റെ ശ്യാമസുന്ദര രൂപം എന്ന് പറഞ്ഞാല് ഓടക്കുഴല് പിടിച്ചു നിൽക്കുന്ന ശാശ്വതമായ രൂപമാണെന്ന് പറയുന്നത് ഭഗവാന്റെ. ആ രൂപമാണ് ഭഗവാന്റെ ശാശ്വതമായിട്ടുള്ള രൂപം. ഭഗവാന്റെ ശാശ്വതമായ രൂപത്തിൽ ഭഗവാൻ എവിടെയാ വാഴുന്നത്? ഭക്തന്മാരുടെ ഹൃദയത്തില്. ഭഗവാന്റെ സ്ഥാനം എവിടെയാണ്? ഭക്തരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ വാഴുന്നത്. എങ്ങനെ? ശാശ്വതമായിട്ടുള്ള ശ്യാമസുന്ദര രൂപത്തിൽ ഭഗവാൻ വാഴുന്നു. എങ്ങനെ? ഭക്തന്റെ പ്രമാഞ്ചനം എഴുതിയ, ഭക്തന്മാരുടെ പ്രമാഞ്ചനം എഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യമായിട്ടുള്ള ആദി പുരുഷനായിട്ടുള്ള ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭക്ത ഹൃദയത്തിൽ എത്ര തന്റെ ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ അവിടെ നിന്ന് വാഴുന്നത്. അപ്പൊ ഭഗവാൻ എപ്പോഴും എവിടെയുള്ളത്? ഭഗവാൻ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ്. ഏത് രൂപത്തിലിരിക്കുന്നത് ഭഗവാൻ അവിടെ? ശ്യാമസുന്ദര രൂപത്തില്. ശ്യാമസുന്ദര രൂപം എന്ന് വെച്ചാല് ഭഗവാൻ കൃഷ്ണനായിട്ട് ഓടക്കുഴല് വായിച്ചു നിൽക്കുന്ന ഭഗവാന്റെ രൂപത്തിനാണ് നമ്മള് ശ്യാമസുന്ദര രൂപം പറയുന്നത്. അതാണ് ഭഗവാന്റെ ശാശ്വതമായിട്ടുള്ള രൂപം എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് കേട്ടോ. ഭഗവാന്റെ ശാശ്വതമായ രൂപം അതാണ് ശ്യാമസുന്ദര രൂപത്തിലാണ് വാഴുന്നത്. ബ്രഹ്മസംഹിതയിൽ പറയുന്നതാണ്. ഇനി അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അർജുനന്റെ അടുത്ത പ്രശ്നം എന്താ പറയണത്? കാരണം മനസ്സിനെ നിയന്ത്രിക്കാനാണ് ഭഗവാൻ ഇവിടെ കാര്യമായിട്ട് പറഞ്ഞത് അല്ലെ? അർജുനൻ എന്താ പറയണത്? ചഞ്ചലം ഹീമന കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവാസു ദുഷ്കരം. എന്താ അർജുനൻ പറഞ്ഞ? ചഞ്ചലം ഹീമന കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവാസു ദുഷ്കരം. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ് കൃഷ്ണ. എന്താണ്? അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാളും പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അർജുനൻ ഭഗവാനോട് പറയാണ്, കൃഷ്ണ, മനസ്സെന്ന് പറയുന്നത് എങ്ങനെയാണ്? ചഞ്ചലമായിട്ടുള്ളതാണ്, അത് പ്രക്ഷുബ്ധമാണ്, അത് വഴങ്ങാത്തതാണ്, ബലമേറിയതുമാണ് കൃഷ്ണ. അതിനെ നിയന്ത്രിക്കാനായിട്ട് കാറ്റിനെ പിടിച്ചു നിർത്താനേക്കാളും പ്രയാസമാണ്. കാറ്റിനെ പിന്നെയും പിടിച്ചു നിർത്താൻ സാധിക്കും, പക്ഷെ മനസ്സിനെ പിടിച്ചു നിർത്താൻ അതിനേക്കാളും ബുദ്ധിമുട്ടുണ്ടെന്ന് അർജുനൻ ഭഗവാനോട് പറയാണ് ഇപ്പൊ. കാരണം ഭഗവാൻ പറഞ്ഞെന്താണ്? മനസ്സിനെ നിയന്ത്രിക്കാനാ പറഞ്ഞത് അല്ലെ? അപ്പൊ അർജുനൻ ഇതൊക്കെ കേട്ടിട്ട് പറയാണ്, കൃഷ്ണ, മനസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചഞ്ചലമായിട്ടുള്ളതാണ്, അത് പ്രക്ഷുബ്ധമായിട്ടുള്ളതാണ്, അത് പറഞ്ഞാൽ കേൾക്കാത്തതാണ്, വഴങ്ങാത്തതാണ്, ബലമേറിയതാണ്. അതിനെ നിയന്ത്രിക്കാന്ന് പറയുന്നത് കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാളും പ്രയാസമാണ്. ഇത് ആരാണ് പറയുന്നത്? അർജുനനാണ്. എന്താ പറയണത്? അത്ര ദൃഢവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് അർജുനൻ. കാരണം അർജുനന്റെ ഗുരു ഓരോ തരത്തിലും എന്താ പറഞ്ഞ ഓരോ പരീക്ഷണം നടത്തിയപ്പോഴും എല്ലാത്തിലും വിജയിച്ചത് ആരാണ്? അർജുനനാണ് വിജയിച്ചിട്ടുള്ളത് അല്ലെ? അത്രയും എന്താ പറയുക, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ദൃഢനിശ്ചയമുള്ള ഒരു വ്യക്തിയാണ് അർജുനൻ. ആ അർജുനനാണെന്ന് പറയുന്നത് ഇവിടെ ഭഗവാനോട് മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസമാണെന്ന്. അപ്പൊ അത് കേട്ടപ്പോ ഭഗവാൻ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം
അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. എന്താ പറഞ്ഞത് ഭഗവാൻ? അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അഭ്യാസേന തു കൗന്ദേയ എന്ന് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞത്? ശ്രീ ഭഗവാൻ പറഞ്ഞു, മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായിട്ടും ദുഷ്കരമാണ്. എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ്. അപ്പൊ അർജുനൻ പറഞ്ഞ കാര്യത്തോട് ഭഗവാൻ യോജിച്ചു. ശരിയാണ്, നീ പറഞ്ഞതുപോലെ മനസ്സിനെ അടക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഞാൻ സമ്മതിച്ചു തന്നു. പക്ഷെ എന്ത് ചെയ്യണം? യുക്തമായ പരിശീലനം കൊണ്ട് നിരന്തരമായിട്ട് പരിശീലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമെന്ന് അർജുനനോട് ഭഗവാനോട് ഉപദേശിച്ചു കൊടുക്കണം. അപ്പൊ നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എന്ത് ചെയ്യണം? അഭ്യാസേനത്തു കൗന്ദേയ, നീ എന്ത് ചെയ്യാ? അഭ്യസിക്കുക. നീ അത് പരിശീലിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് സാധിക്കും? നിനക്ക് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ശരിയാണ്, മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്. പക്ഷെ യുക്തമായിട്ടുള്ള പരിശീലനം കൊണ്ട് നീ പരിശീലിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമെന്ന് ഭഗവാനോട് അർജുനന് പറഞ്ഞു കൊടുക്കാണ്. പ്രാപ്യ പുണ്യകൃതാം ലോക അനുഷ്ഠിത ശാശ്വതി സമഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗ ഭ്രഷ്ടോഭിജായതേ. അപ്പൊ ഇപ്പൊ ആദ്യം എന്താ പറഞ്ഞത്? മനസ്സിനെ നിയന്ത്രിക്കാൻ പാടാണെന്ന് അർജുനൻ ഭഗവാനോട് പറഞ്ഞപ്പോ ഭഗവാൻ അതിനെന്ത് പറഞ്ഞു കൊടുത്തു? നീ പരിശീലിച്ചു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിനെ നിയന്ത്രിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇനി അടുത്ത സംശയം അർജുനൻ എന്താ പറഞ്ഞത്? ഇപ്പൊ ഞാൻ മനസ്സൊക്കെ നിയന്ത്രിച്ച് ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ കൃഷ്ണാവബോധത്തില് പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ കുറെ നാൾ കഴിഞ്ഞിട്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കൂ. അപ്പൊ ഈ ചെയ്തത് മുഴുവൻ വെറുതെ ആവില്ലേ? അപ്പൊ അർജുനന്റെ അടുത്ത സംശയം അവിടെ വന്നത്. ആ ശ്ലോകത്തിൽ എടുത്തിട്ടില്ല. അപ്പൊ അത് അടുത്ത സംശയം അർജുനൻ എന്താ വരുന്നത്? അങ്ങനെയാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്, ഇനി ഞാൻ ഇതൊക്കെ ചെയ്തു, ഇങ്ങനെ പരിശീലനമൊക്കെ ചെയ്തു, മനസ്സിനൊക്കെ നിയന്ത്രിച്ചു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കത് മുഴുവനാക്കാൻ സാധിച്ചില്ല, ഞാൻ കുറച്ചെത്തി കഴിഞ്ഞപ്പോ നിർത്തിപ്പോയി, എന്റെ സാഹചര്യം കൊണ്ടോ എനിക്ക് അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അപ്പൊ എനിക്ക് എന്ത് സംഭവിക്കും? എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മൾ പറഞ്ഞ പോലെ അല്ലെ, നമ്മൾ 2 ദിവസം നാമം ചൊല്ലി 3-ാമത്തെ ദിവസം ചൊല്ലിയെങ്കിൽ നമുക്ക് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവോ? 2 ദിവസം വിളക്ക് വെച്ച് പിറ്റേ ദിവസം നമ്മൾ വിളക്ക് വെച്ചില്ല, അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവോ? നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ? അപ്പൊ അതേപോലെ തന്നെ അർജുനനും ചോദിക്കാണ്, ഞാനിപ്പോ ശരി ഭഗവാന്റെ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിച്ചു, ഭഗവാന് വേണ്ടിയിട്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യാ ഈ രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നിട്ട് അങ്ങനെ എന്താ പറഞ്ഞ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് എല്ലാ പ്രവർത്തികളും ചെയ്തതിന് ശേഷം പിന്നെന്തോ എന്റെ സാഹചര്യം കൊണ്ട് എനിക്ക് അതൊന്നും ചെയ്യാൻ സാധിച്ചില്ല, അപ്പൊ എനിക്ക് എന്ത് സംഭവിക്കും എന്നാണ് അപ്പൊ അടുത്ത സംശയം അർജുനന് വരുന്നത്. കാരണം മനസ്സിനെ നിയന്ത്രിക്കാൻ ഭഗവാൻ പറഞ്ഞു കൊടുത്തു, നീ പരിശീലിക്കൂ, നിനക്ക് മാറുന്നു. അപ്പൊ അടുത്ത പ്രോബ്ലം അർജുനൻ അതാണ് ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞത്? പ്രാപ്യ പുണ്യകൃതാം ലോക അനുഷ്ഠിത ശാശ്വതി സമഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗ ഭ്രഷ്ടോഭിജായതേ. അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്നയാൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിയുഷ്ടമുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബത്തിൽ വീണ്ടും പിറക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ യോഗത്തിൽ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കൂ. കാരണം നമ്മൾ അർജുനൻ ചോദിച്ചത് അങ്ങനെയാണ് അല്ലെ, അങ്ങനെ കുറെ നാൾ ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ കുറെ നാൾ കഴിയുമ്പോ എന്താണ് ഇത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ എന്താ പറയണത്? അങ്ങനെ നമ്മൾ യോഗത്തിൽ പരാജിതനായി കുറെ നാൾ നമ്മൾ ചെയ്തു, പിന്നെ അതിനുശേഷം നമുക്ക് എന്താ ചെയ്യാൻ സാധിച്ചില്ല, നമ്മളെ സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് നമുക്ക് ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് എന്താ ചെയ്തത്? ആ ചെയ്തതിന്റെ ഫലം നമുക്ക് കിട്ടും. നമ്മള് പറഞ്ഞു എന്താണ്? സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹത്തോപായ, 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു അല്ലെ, നമ്മള് എന്താണ് ചെറിയൊരു മുന്നേറ്റം പോലും ഭഗവാന് വേണ്ടി ചെയ്യുന്ന ചെറിയൊരു മുന്നേറ്റം പോലും നമുക്ക് എന്താണ് മഹാഭയങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന പറഞ്ഞു. ഭഗവാന്റെ ഒരു കാരുണ്യം ഉണ്ടാവുന്ന പറഞ്ഞു. നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വെച്ചാൽ ഭഗവാൻ 5 സ്റ്റെപ്പ് നമ്മൾ അടുത്തേക്ക് വെക്കും. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ പറയാണ്, നമ്മളപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാല് ആ ചെയ്തതിന്റെ ഫലം നമുക്ക് എന്തായാലും കിട്ടണ്ടേ? അപ്പൊ അതെന്താ പറഞ്ഞ, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? രോഗത്തിൽ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ച് അസംഖ്യം സംവത്സരങ്ങൾ വാണതിന് ശേഷം അപ്പൊ അവിടെ എന്ത് ചെയ്യും? ആ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം, പുണ്യഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ പോകും? സ്വർഗത്തിലേക്ക് പോകും. നമ്മൾ ആ ഉപരിലോകങ്ങളിൽ പോയിട്ട് ആ പുണ്യഫലം അനുഭവിക്കും. അല്ലെങ്കിൽ അസംഖ്യം സംവത്സരങ്ങള് ആ പുണ്യഫലങ്ങൾ മുഴുവൻ അനുഭവിച്ചതിന് ശേഷം
വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ വന്ന് ജന്മമെടുക്കും. അപ്പൊ എങ്ങനെയുള്ള കുടുംബത്തിലായിരിക്കും നമ്മൾ ജനിക്കുന്നത്? നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബത്തിൽ വീണ്ടും വന്ന് പിറക്കുന്നു. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണ്? അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് സംഭവിച്ചു? എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കത് മുഴുവനാക്കാൻ മീൻസ് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല, തുടർന്ന് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ആ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം. നമ്മൾ ഇത്രയും നാള് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരുന്നു, അപ്പൊ അതിന്റെ പുണ്യം നമുക്ക് കിട്ടണം. അപ്പൊ ആ പുണ്യം ചെയ്തവർക്കുള്ള ലോകത്തിലേക്ക് പോയിട്ട് നമ്മൾ അവിടെ ആ പുണ്യങ്ങൾ മുഴുവൻ അനുഭവിക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ എവിടേക്ക് വരും? നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ട് ജന്മം എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഈ ഭൂമിയിൽ വന്ന് ജന്മം എടുക്കുമ്പോ നമ്മൾ എങ്ങനത്തെ കുടുംബത്തില്? ധർമ്മബോധമുള്ള കുടുംബത്തില്, വൈഷ്ണവരുടെ കുടുംബത്തില്, ബ്രാഹ്മണരുടെ കുടുംബത്തില്, അല്ലെങ്കിൽ കുലശ്രേഷ്ഠരായിട്ടുള്ള ധനാഢ്യരുടെ കുടുംബത്തിലൊക്കെ വന്നിട്ട് നമ്മള് ജന്മം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീണ്ടും ഈ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അങ്ങനെ നമുക്ക് സ്വയം എന്തിനു ശ്രമിക്കാം? ഉയരാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങള് നമുക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ഉണ്ടാവില്ല? നഷ്ടം ഉണ്ടാവില്ല. നമ്മളിപ്പോ 2 പ്രാവശ്യം നാമം ജപിച്ചു കഴിഞ്ഞാൽ ആ 2 പ്രാവശ്യം നാമം ജപിച്ചതിന്റെ ഫലം നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡോക്ടർ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്? അയാൾ മരിച്ചു കഴിഞ്ഞ ആളുടെ MBBSന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യമില്ലല്ലോ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത ജന്മം അയാൾ എന്ത് ചെയ്യണം? വീണ്ടും പുതിയ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചിട്ട് വേണം അയാൾക്ക് ഡോക്ടർ ആവണമെങ്കിൽ, MBBSന്റെ ഡിഗ്രി എടുക്കണമെങ്കിൽ. പക്ഷെ അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാണ് പറഞ്ഞത്? നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ നമുക്ക് അവിടെ നിന്നാണ് നമുക്ക് ക്യാരി ചെയ്ത് പോണത്. നമ്മളിപ്പോ 10 പ്രാവശ്യം ഭഗവാന്റെ നാമം ചെയ്തിട്ടുണ്ടെങ്കിൽ 11ാമത്തെ പ്രാവശ്യം തൊട്ടാണ് അടുത്തതിൽ ചെയ്യേണ്ടി വരുന്നത് നമുക്ക്. അതല്ലാതെ നമുക്ക് ഒന്നും തുടങ്ങേണ്ടതായിട്ട് വരുന്നില്ല. ആത്മീയ കാര്യങ്ങള് അങ്ങനെയാണ് നമുക്ക്. പക്ഷെ നമ്മൾ ഭൗതികമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നെങ്കിലോ അത് നമുക്ക് ഒന്നും തന്നെ തുടങ്ങേണ്ടി വരും. പക്ഷെ ആത്മീയമായിട്ടുള്ളത് ഒരിക്കലും അങ്ങനെയല്ല. കാരണം എന്താണ്? ഈ ആത്മാവിന് ഇത് ചെയ്യുന്നത് എന്താണ്? ആത്മാവ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? ഈ ആത്മാവിന് എന്ത് ചെയ്യില്ല? അതിന് നമ്മൾ പറഞ്ഞു ജനന മരണങ്ങളില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ ഇതിലൊക്കെ ചെറിയ ചില കുട്ടികള് സംസാരിക്കാൻ പോലും ശരിക്കും അറിയുണ്ടാവില്ല. പക്ഷെ അവര് ഈ ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങള്, ഭാഗവതത്തിലെ ശ്ലോകങ്ങളൊക്കെ എത്ര നന്നായിട്ട് ചൊല്ലണം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കാരണം എന്താണ്? കഴിഞ്ഞ ജന്മത്തില് അത് ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് ഈ ജന്മത്തിൽ ആ കുട്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചൊല്ലുന്നത് ഇരുന്നിട്ട്. കാരണം അതാണ് നമ്മൾ പറഞ്ഞത്, അത് എങ്ങനെയാണോ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് അടുത്ത ജന്മത്തിൽ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നതിന് നമുക്ക് ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല? നഷ്ടം സംഭവിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചതിന് ശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തില് വീണ്ടും ജന്മം എടുക്കുമ്പോ അതിന് സാഹചര്യങ്ങളുള്ള ഒരു കുടുംബത്തിലായിരിക്കും നമ്മൾ വീണ്ടും വന്ന് പിറക്കുക എന്നാണ് നമുക്കതില് ഭഗവാൻ പറഞ്ഞു തരുന്നത്. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേയോ മാം സമേ യുക്തതമോ മതഃ. ഇനി യോഗികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായിട്ടുള്ള യോഗി ആരാണെന്ന് ഭഗവാനോട് പറഞ്ഞതാണ്. പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാ യോഗികളിൽ വെച്ച് ഏറ്റവും അത്യുത്തമനായ യോഗി. എന്നോട് ദൃഢതമമായ യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. ഇതാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ ഭഗവാൻ എന്താ പറയണത്? പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാ യോഗികളിൽ വെച്ചും ഏറ്റവും അത്യുത്തമനായ യോഗി. എന്നോട് ദൃഢതമമായ യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. ഇതാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഭഗവാന്റെ അഭിപ്രായത്തിൽ യോഗി എന്ന് പറയുന്നത് എങ്ങനെയാണ്? എപ്പോഴും ഭഗവാനിൽ തന്നെ നിലകൊള്ളുക, ഭഗവാനെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുക, പ്രേമപൂർവ്വം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്നവരാണ് ആര്? യോഗികളിൽ വെച്ച് ഏറ്റവും ഉത്തമനായിട്ടുള്ള യോഗി. മാത്രമല്ല എന്താ പറയുക, ദൃഢതമമായിട്ട് യോഗത്തില് ബന്ധപ്പെട്ടിരിക്കുന്നവനും അങ്ങനെയുള്ളവരാണെന്നാണ് ആരുടെ അഭിപ്രായം? ഭഗവാന്റെ അഭിപ്രായത്തിൽ. പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും ഭഗവാനിൽ തന്നെ നിലകൊള്ളുക, ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്നവരാണ് യോഗികളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമനായിട്ടുള്ള യോഗി എന്ന് ഭഗവാനോട് പറയാണ്. ഇതാണ് ഭഗവാന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഇനി ഭക്തിയോഗത്തെ കുറിച്ച് നമ്മൾ പറയാണ്.
നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, നമ്മൾ 4 യുഗങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. സത്യയുഗത്തിൽ നമ്മൾ പറഞ്ഞു ധ്യാനത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത്. സത്യയുഗത്തില് ധ്യാനത്തിനാണ് നമുക്ക് പറഞ്ഞിരുന്നത്. നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞ സത്യയുഗത്തില് ധ്യാനം ചെയ്യണം എന്നാണ്. ത്രേതായുഗത്തില് യജ്ഞങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. ദ്വാപര യുഗത്തില് വിഗ്രഹാരാധന നടത്തണം എന്ന് പറഞ്ഞു അല്ലെ. കലിയുഗത്തിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നാമജപം. കലിയുഗത്തില് നാമജപം, കലിയുഗത്തില് ഹരിനാമ സങ്കീർത്തനം, നാമം ജപിക്കണം എന്നാണ് കലിയുഗത്തിൽ നമുക്ക് പറഞ്ഞിരുന്നത്. ഭഗവാൻ സ്വയം അവതരിച്ചിട്ട് ചൈതന്യ മഹാപ്രഭു ആയിട്ട് അവതരിച്ച് കലിയുഗത്തില് നാമം ജപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ എന്താ പറഞ്ഞത്? ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലോർ നാസ്തൈവ 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 ഗതിരന്നത്. അപ്പൊ കലിയുഗത്തില് നമുക്ക് നാമം ജപിക്കല്ലാതെ വേറൊരു വഴിയില്ല. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലോർ നാസ്തൈവ നാസ്തൈവ ഗതിരന്നത് എന്ന് പറയുന്നത്. അതായത് കലിയുഗത്തില് ഹരിയുടെ നാമം ജപിക്കുക എന്നല്ലാതെ വേറൊരു വഴിയില്ല, വേറൊരു വഴിയില്ല, വേറൊരു വഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയാണ്. എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഭഗവാന്റെ നാമം ജപിക്കുക കലിയുഗത്തിൽ, അതാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഇത് നമ്മൾ എന്താ പറയുന്നത്? ഈ ഭക്തിയോഗത്തിൽ പറയുന്നത്, ഭക്തിയോഗം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെപ്പ് കയറി പോണതും പിന്നെന്താണ് ഇതില് ലിഫ്റ്റില് പോണ പോലെയാണ്. മറ്റുള്ള ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മള് മറ്റുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റെപ്പ് കയറി പോകുമ്പോ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ എവിടേക്ക് എത്തുന്നത്? മുകളിലേക്ക് എത്തുന്നത് അല്ലെ. ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാലോ ഒരു ബട്ടൺ ഇട്ട നേരെ നമ്മൾ മുകളിലേക്ക് എത്തി. അതാണ് ഭക്തിയോഗ. മറ്റുള്ള യോഗയിൽ കൂടെ നമ്മൾ പോകുമ്പോ എന്താണ്? നമ്മള് ഓരോന്നും മനസ്സിലാക്കി പഠിച്ച് നമുക്ക് അവിടേക്ക് എത്തുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. പക്ഷെ ഭക്തിയോഗത്തിലൂടെ, അതായത് കൃഷ്ണാവബോധത്തിലൂടെ, നമ്മൾ എന്താ പറയാ, ഭഗവാനെ ഭക്തിയുടെ സേവനം ചെയ്യുന്നതിലൂടെ നമുക്ക് നേരിട്ടുള്ള എൻട്രിയാണ് എവിടേക്ക് കിട്ടുന്നത്? ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭക്തിയോഗം, അതായത് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ഭഗവാനെ ഭക്തിയുടെ സേവനം ചെയ്യുന്നതിലൂടെ നമുക്ക് നേരെ ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് പ്രാപിക്കാനായിട്ട് സാധിക്കും. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് വീണ്ടും സമയം എടുക്കും അതിന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഭക്തിയുടെ സേവനം ചെയ്യുക എന്നുള്ളതാണ്, ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ശാസ്ത്രീയ ഗ്രന്ഥങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് ഭഗവാന്റെ നാമം ജപിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു കലിയുഗത്തില് 500 വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ചിട്ട് ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിച്ചു. ഭഗവാന്റെ നാമം ജപിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞത് ആരാണ്? ചൈതന്യ മഹാപ്രഭു ആണ്. ഭഗവാൻ സ്വയം അവതരിച്ചിട്ട് ഒരു ഭക്തന്റെ രൂപത്തിൽ ഭഗവാൻ അവതരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു ഭക്തന്റെ മനസ്സ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു ഭക്തനായിട്ട് അവതരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ചൈതന്യ മഹാപ്രഭു 500 വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ചു. ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം തന്നെ. അപ്പൊ ഭഗവാൻ സ്വയം വന്നിട്ടാണ് നമുക്ക് എന്ത് പറഞ്ഞത്? ഭഗവാന്റെ നാമം ജപിക്കാനായിട്ട് പറയുന്നത് തന്നെ. കലിയുഗത്തിൽ എന്താണ് എന്തുകൊണ്ടാ പറഞ്ഞത്? കലിയുഗത്തിന്റെ കാലഘട്ടത്തിൽ ആളുകൾ ദൈവത്തിന്റെ പരമോന്നത വ്യക്തിത്വത്തിന്റെ വിശുദ്ധ നാമങ്ങൾ ചൊല്ലണം. എന്താ പറഞ്ഞത്? നാരായണ സംഹിതയിൽ പറയുന്നതാണ്, കലിയുഗത്തില് ആളുകൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ, അതായത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണന്റെ വിശുദ്ധ നാമങ്ങൾ ചൊല്ലണം എന്നാണ് ഇതിൽ പറയുന്നത്, നാരായണീയ സംഹിതയില് പറയുന്നത്. പിന്നെ എല്ലാ വേദസാഹിത്യങ്ങളും തിരഞ്ഞതിന് ശേഷം ഹരേ കൃഷ്ണ മഹാമന്ത്ര ഉച്ചാരണത്തെക്കാൾ ഈ കാലഘട്ടത്തിൽ ഗംഭീരമായ ഒരു രീതി കണ്ടെത്താൻ കഴിയില്ല. കലിസന്തോപനിഷത്തിൽ പറയാണ്, എല്ലാ വേദസാഹിത്യങ്ങളും തിരഞ്ഞാലും ഹരേ കൃഷ്ണ മഹാമന്ത്രോച്ചാരണത്തെക്കാൾ ഗംഭീരമായിട്ടുള്ളൊരു രീതി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല എന്ന്. കാരണം ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള മന്ത്രം എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? എന്റെ പ്രിയ രാജാവേ, കലിയുഗത്തിൽ തെറ്റുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്രായത്തെ കുറിച്ച് നല്ല ഒരു ഗുണം ഇപ്പോഴും ഉണ്ട്. അതായത് കലിയുഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ നിറഞ്ഞിട്ടുള്ളതാണ് കലിയുഗം എന്ന് പറയുന്നത്. തെറ്റുകളുടെ കലിയുടെ യുഗം അങ്ങനെയാണ് പറയുന്നത് കലിയുഗത്തില്. ആ കലിയുഗത്തില് പക്ഷേ നല്ലൊരു ഗുണം എന്തിട്ടുള്ളത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നതിലൂടെ ഒരാൾക്ക് ഭൗതിക അടിമത്തത്തിൽ നിന്ന് മുക്തമാവാനും അതീന്ദ്രിയമായ ഭഗവത് ധാമത്തിലേക്ക് ഉയർത്തപ്പെടാനും സാധിക്കും. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നതാണ് 12:3-51, 12-ാം സ്കന്ധം 3-ാം അധ്യായം 51-ാം ശ്ലോകത്തിൽ പറയുന്നതാണ്, കലിയുഗം എന്ന് പറഞ്ഞാല് തെറ്റുകൾ നിറഞ്ഞിട്ടുള്ളതാണെങ്കിലും ആ കലിയുഗത്തിൽ നല്ലൊരു കാര്യമുണ്ട് എപ്പോഴും. എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക എന്നുള്ളത്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നതിലൂടെ ഒരാൾക്ക് ഭൗതികമായിട്ടുള്ള ബന്ധനത്തിൽ നിന്ന് മുക്തനാകാനും അതീന്ദ്രിയമായിട്ടുള്ള ഭഗവാന്റെ ധാമത്തിലേക്ക് ഉയർത്തപ്പെടാനും സാധിക്കുമെന്ന് ശ്രീമദ് ഭാഗവതത്തില് 12-ാം സ്കന്ധം 3-ാം അധ്യായം 51-ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട്.
പിന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് 10-ാം അധ്യായം 25-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് യജ്ഞാനാം ജപയജ്ഞോസ്മി. യജ്ഞങ്ങളില് ഭഗവാൻ ആരാണ്? തിരുനാമ ജപമാണ്. ഭഗവാൻ സ്വയം, ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസം ഇല്ല എന്നാ പറയണത്. യജ്ഞങ്ങളില് ഭഗവാൻ ജപമാണ്, തിരുനാമ ജപമാണെന്ന് ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞ, എന്റെ ഭഗവാനെ, ദൈവത്തിന്റെ പരമോന്നത വ്യക്തിത്വമേ, അങ്ങയുടെ വിശുദ്ധ നാമത്തിൽ ജീവനുള്ള സത്തയ്ക്ക് എല്ലാ ഭാഗ്യവുമുണ്ട്. അതിനാൽ അങ്ങയ്ക്ക് കൃഷ്ണ, ഗോവിന്ദ എന്നിങ്ങനെ നിരവധി പേരുകളുണ്ട്. അങ്ങയുടെ എല്ലാ കഴിവുകളും ആ പേരുകളിൽ നിക്ഷേപിച്ചു. അവ ഓർമ്മിക്കുന്നതിനുള്ള കഠിന വേഗതയിലുള്ളതുമായ നിയമങ്ങളില്ല. അപ്പൊ എന്താ, ശിക്ഷാഷ്ടകം എന്ന് പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതിൽ പറഞ്ഞതാണ് ഭഗവാന്റെ കൃഷ്ണ, ഗോവിന്ദൻ ഗോക്കളെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കൊണ്ടാണ് ഭഗവാൻ എന്ത് പറയുന്നത്? ഗോവിന്ദൻ എന്ന് പറയുന്നത്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സർവ്വ ആകർഷകനാണ്. എല്ലാവരെയും ആകർഷിക്കാൻ കഴിയുന്നവനാണ് ആര്? ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ കൃഷ്ണന്റെ പേരെന്ന് പറയുമ്പോൾ, കൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് വരുന്നത്? ആ കൃഷ്ണ പ്രേമമാണ് വരുന്നത് ഭഗവാന്റെ അടുത്ത്. അത് എല്ലാവരെയും ആകർഷിക്കുന്നതാണ് ആര്? കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങയുടെ ആ പേരുകളിൽ തന്നെ എന്തിരിക്കുന്നുണ്ട് പറയുന്നത്? ഭഗവാന്റെ എല്ലാ കഴിവുകളും ആ പേരുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാ പറയുന്നത്. ഭഗവാനും തന്നെയാണ് ഭഗവാന്റെ നാമവും. അത് രണ്ടും തമ്മില് യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നാമം ജപിക്കുമ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാണ്. ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് പഞ്ചതത്വ മന്ത്രം ചൊല്ലണം. നമ്മൾ നാമം ജപിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പഞ്ചതത്വ മന്ത്രം നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ പഞ്ചതത്വ മന്ത്രം, ഈ 5 പേരുടെയും കൂടിയുള്ള തത്വ മന്ത്രം ചൊല്ലിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനായിട്ട്. ആരാണത്? എന്താണ് ആ മന്ത്രം? ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത വാസാദി ഗൗര ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. അതായത് ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ആണ് ചൈതന്യ മഹാപ്രഭു ആയിട്ട് വരുന്നത്. പിന്നെ നിത്യാനന്ദ പ്രഭു, നിത്യാനന്ദൻ എന്ന് പറയുന്നത് ബലരാമനാണ്. പിന്നെ അദ്വൈതാചാര്യൻ എന്ന് പറയുന്നത് ശിവനും വിഷ്ണുവും കൂടി ചേർന്നൊരു അവതാരമാണ് അദ്വൈതാചാര്യര്. ഗദാധര പണ്ഡിറ്റ് രാധാറാണിയുടെ അവതാരമാണ്. ശ്രീവാസൻ എന്ന് പറയുന്നത് നാരദ മഹർഷിയുടെ അവതാരമാണ്. ഈ 5 പേരാണ് എന്ത് പറയുന്നത്? പഞ്ചതത്വം എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ 5 പേരെ പ്രണമിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചൊല്ലാൻ തുടങ്ങുന്നത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ തുടങ്ങുന്നത്. കാരണം നമ്മൾ ചൊല്ലുമ്പോ എന്തെങ്കിലും തെറ്റുകളോ പിഴവുകളോ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗുരുക്കന്മാരാണ് ഇവരൊക്കെ അല്ലെ നമുക്ക് ആ മന്ത്രം തന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കില്ല, നമുക്ക് അത് പൊറുക്കാനായിട്ട് ഇവരെ പ്രണമിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് അവർ ക്ഷമിക്കും നമ്മളെടുത്ത്. അതുകൊണ്ട് ഇവർ 5 പേരെ പ്രണമിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മഹാമന്ത്രം ചൊല്ലുന്നത്. മഹാമന്ത്രം ചൊല്ലുന്നതിനായിട്ട് എങ്ങനെയാ ചെയ്യേണ്ടത്? മന്ത്രം ശ്രവിക്കുക, മന്ത്രം കേൾക്കാൻ ഉച്ചത്തിൽ. അതായത് മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചൊല്ലാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ചൊല്ലുന്ന മന്ത്രം നമ്മൾ കേട്ടിട്ട് വേണം ചൊല്ലാനായിട്ട്. ഇപ്പൊ ഹരേ കൃഷ്ണ നമ്മൾക്ക് കേൾക്കേണ്ട രീതിയിലായിരിക്കണം നമ്മൾ മന്ത്രം ചൊല്ലേണ്ടത്. നമ്മൾ വായ കൊണ്ട് പറയുമ്പോ നമ്മളെ ചെവി കൊണ്ട് നമുക്കത് കേൾക്കാൻ സാധിക്കണം. അല്ലാതെ നമ്മൾ പതുക്കെ മനസ്സിൽ ജപിക്കേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ ശരിക്കും ചെയ്യേണ്ടത് ആ മന്ത്രം ചൊല്ലണത് നമ്മൾ കേട്ടുകൊണ്ട് ജപിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമുക്ക് കേൾക്കേണ്ട ഭാഗത്തില് ആയിരിക്കണം നമ്മൾ ആ മന്ത്രം ജപിക്കേണ്ടത്. പിന്നെ ഓരോ പേരും വ്യക്തമായി ഹരേ കൃഷ്ണ രാമ എന്ന് ഉച്ചരിക്കണം. അപ്പോൾ ഇങ്ങനെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലും വിട്ടുപോകാം. അങ്ങനെ വിട്ടുപോകാതെ ഓരോ പേര് നമ്മൾ ഒരാളെ വിളിക്കുമ്പോ കറക്റ്റ് ആയിട്ട് വിളിക്കണം എല്ലാവരെ. അതേപോലെ തന്നെ കൃത്യമായിട്ട് നമുക്കത് ചൊല്ലാറായിരിക്കണം. അപ്പൊ ഓരോ പേരും കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് വ്യക്തമായിട്ട് ചൊല്ലണം. അതിൽ ഹരേ കൃഷ്ണ എന്നുള്ളതും ഹരേ രാമ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ചൊല്ലാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. പിന്നെ ആദരവോടെ ഭക്തിയോടെ ആയിരിക്കണം നമ്മൾ മന്ത്രിക്കേണ്ടത്. കാരണം നമ്മൾ ആരെയാണ് ചൊല്ലുന്നത്? ഭഗവാന്റെ നാമം ചൊല്ലാണ്, ഭഗവാനെ വിളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ആദരവോടെ, ഭക്തിയോടെ ആദരവോടെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭഗവാന്റെ നാമം മന്ത്രിക്കേണ്ടത്. പിന്നെ ഏത് സ്ഥലത്ത് എവിടെ ഇരുന്നിട്ടും നടന്നോ ഏത് ദിശയിൽ ഇരുന്നോ നമുക്ക് എന്ത് ചെയ്യാം? ജപം ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഏത് സ്ഥലത്തിരുന്നും എവിടെ ഇരുന്നോ നടന്നോ ഏത് ദിശയിൽ ഇരുന്നോ അഭിമുഖീകരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാന്റെ നാമം ജപിക്കാം. അതിന് യാതൊരു തെറ്റുമില്ല. എപ്പോ വേണമെങ്കിലും നമുക്ക് മഹാമന്ത്രം ചെല്ലാം, ഏത് സമയത്തും നമുക്ക് ഇരുന്നിട്ട് നാമം ജപിക്കാം. പക്ഷെ അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തില് മന്ത്രം ചെല്ലുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയാം. പക്ഷെ എങ്കിലും
ഏതൊരു സമയത്തും എപ്പോ വേണമെങ്കിലും നമുക്ക് നാമം ചൊല്ലാനായിട്ട് സാധിക്കും. കുളിക്കുന്നതിന് മുമ്പോ ശേഷമോ നമുക്ക് ജപിക്കാം. അപ്പൊ രാവിലെ തന്നെ എണീറ്റ് ജപിക്കുമ്പോ ഇപ്പൊ കുളിക്കാനായിട്ട് പറ്റാത്തവർ, ഇപ്പൊ വയ്യാത്തവരൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ കുളിച്ചിട്ട് ജപിക്കണം എന്നില്ല. കൈയും കാലും മുഖവും കഴുകിയിട്ടിരുന്നിട്ട് നമുക്ക് നാമജപം ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് കുളിച്ചാലും മതി. അപ്പൊ അങ്ങനെ കുളിക്കുന്നതിന് മുമ്പോ ശേഷമോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നാമം ജപിക്കാം. ഭഗവാൻ നാമം ജപിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. എണ്ണം വെച്ച് മഹാമന്ത്രം ചൊല്ലുന്നത് ശുപാർശ ചെയ്യുന്നു. അപ്പൊ ഈ മഹാമന്ത്രം ചൊല്ലുമ്പോ എണ്ണം വെച്ചിട്ട് വേണം നമ്മൾ ചൊല്ലാനായിട്ട്. 108 മുത്തുകളുള്ള ഒരു മാലയിലായിരിക്കണം നമ്മൾ മഹാമന്ത്രം ചൊല്ലേണ്ടത്. അത് എണ്ണം വെച്ചിട്ട് ചൊല്ലണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മള് ആറ്റില് കളയുമ്പോഴും അളന്ന് കളയണം എന്ന് പറയുന്ന പോലെ ഭഗവാന്റെ നാമം ചൊല്ലുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു കൗണ്ട് ഉണ്ടാവണം. എത്ര പ്രാവശ്യം നമ്മൾ ചൊല്ലി എന്നുള്ളൊരു കൗണ്ട് ഉണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും എല്ലാ ദേവീ ദേവന്മാരുടെ കയ്യിലും ഒരു ജപമാല കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ബ്രഹ്മാവിനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സരസ്വതി, ഇവരൊക്കെ നമ്മൾ ശ്രദ്ധിച്ച ദേവിമാര്, മഹാദേവൻ ഏറ്റവും വലിയ വൈഷ്ണവനാണ്. ആര്? മഹാദേവൻ. ശിവനാണ് ഏറ്റവും വലിയ വൈഷ്ണവൻ. ശിവന്റെ അടുത്ത് പാർവതി ചോദിക്കുന്നുണ്ട് ഭഗവാന്റെ അടുത്ത് എന്താണ് അങ്ങക്ക് എന്തുകൊണ്ടാണ് മരണമില്ലാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോ ശിവൻ പറയുന്നുണ്ട്, ഞാൻ സദാസമയം എന്ത് ചെയ്യാണ്? ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് ശിവൻ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവരൊക്കെ. അപ്പൊ ഇവരുടെ കയ്യിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ജപമാല കണ്ടിട്ടുണ്ടാവും. കാരണം അവരും ഈ ദേവന്മാര് പോലും എന്താണ് എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ നമ്മളും എന്ത് വേണം? നമ്മളും നാമം ജപിക്കേണ്ടത് ഒരു മാലയിലായിരിക്കണം. 108 മുത്തുള്ള ഒരു മാലയിലായിരിക്കണം നമ്മള് മഹാമന്ത്രം ജപിക്കേണ്ടത്. അത് എണ്ണം വെച്ച് ജപിക്കണം. എണ്ണം വെച്ച് ജപിക്കണം എന്ന് പറയാൻ കാരണം നമ്മൾ ആചാര്യന്മാര് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നമ്മളെ ഒരു മനുഷ്യ ആയുസ്സില് ഇത്ര എണ്ണം നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കണം എന്നുണ്ട്. അത്രയും എണ്ണം നമ്മൾ ജപിച്ചാലാണ് നമുക്ക് തിരിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ സാധിക്കുക. ആ എണ്ണത്തിന്റെ കൗണ്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, അപ്പൊ തിരിച്ചായ കൗണ്ട് അറിയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഭഗവാന്റെ നാമം ജപിക്കുമ്പോ എണ്ണി ജപിക്കണം എന്നാണ് പറയുന്നത്. ദിവസേന ഹരേ കൃഷ്ണ മഹാമന്ത്രം ദിവസേന 108 തവണയെങ്കിലും ജപിക്കണം. അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 108 പ്രാവശ്യമെങ്കിലും നമ്മൾ ജപിക്കാനായിട്ട് ശ്രമിക്കണം. എന്താണ് മന്ത്രം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ദിവസവും കുറഞ്ഞത് 108 തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? മന്ത്രം ജപിക്കണം. ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറയണം. നാമം ജപിക്കുമ്പോ എന്തൊക്കെ ചെയ്യാൻ പാടില്ല? മഹാമന്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രം ചൊല്ലരുത്. ഇപ്പൊ മഹാമന്ത്രം ചൊല്ലുമ്പോ അതിന്റെ ഒരു ഭാഗം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ചൊല്ലാൻ പാടില്ല. അതായത് ഇപ്പൊ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞു നിർത്താൻ പാടില്ല. ഹരേ രാമ 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 ഹരേ ഹരേ എന്നുകൂടി പറഞ്ഞാൽ അത് മുഴുവനാവുള്ളൂ. അല്ലാതെ ഒരു ഭാഗം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ചൊല്ലാനായിട്ട് പാടില്ല. പിന്നെ ജപമാലയിൽ കൃഷ്ണാമുത്തിൽ മന്ത്രം ചൊല്ലരുത്. ഇതില് ജപമാലയുടെ മുത്തുമല് ഒരു മുത്ത് മുകളിലേക്ക് കയറി നിൽക്കണ മുത്തായിട്ട് കാണാം അല്ലെ. നമുക്ക് സെന്ററിൽ പോലെ ഒരു മുത്ത് ഉണ്ടാവും. ആ മുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ 108 മുത്ത് തുടങ്ങുന്നുണ്ടാവുക അല്ലെ. ജപമാല ഉള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു മുത്ത് ഒരു മുകളിൽ മുത്തുണ്ടാവും. മുത്തിനെ നമ്മള് ഗുരുമുത്ത് എന്നാണ് പറയുക. ആ മുത്തിനെ ഗുരുമുത്ത് അല്ലെങ്കിൽ കൃഷ്ണമുത്ത്, മേരുമുത്ത് എന്നൊക്കെ പറയും. അപ്പൊ ആ മുത്തുമല് പിടിച്ചിട്ടാണ് നമ്മൾ ഏത് ചൊല്ലേണ്ടത്? പഞ്ചതത്വ മന്ത്രം ചൊല്ലേണ്ടത് ആ മുത്തുമല് പിടിച്ചിട്ടാണ്. നമ്മൾ പഞ്ചതത്വ മന്ത്രമാണ് ആ മുത്തുമല് പിടിച്ച് ചൊല്ലേണ്ടത്. ജപം തുടങ്ങേണ്ടത് തൊട്ടടുത്ത മുത്തുമെന്നാണ് നമ്മൾ ജപം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലേണ്ടത് അടുത്ത മുത്തുമെന്ന് തുടങ്ങണം. ആ ഒരു മുത്തുമല് പിടിച്ചിട്ട് നമ്മള് പഞ്ചതത്വ മന്ത്രം ചൊല്ലിട്ട് അടുത്ത മുത്തിന്ന് നമുക്ക് ജപം തുടങ്ങാം. അതുകൊണ്ട് ഈ കൃഷ്ണമുത്തിൽ നമ്മള് മന്ത്രം ചൊല്ലാനായിട്ട് പാടില്ല. പിന്നെ പുസ്തകം വായിച്ചുകൊണ്ടോ പത്രം വായിച്ചുകൊണ്ടോ പിന്നെ TV മൊബൈൽ ഇതൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മഹാമന്ത്രം ചൊല്ലാനായിട്ട് പാടുള്ളതല്ല. പഞ്ചതത്വമന്ത്രം എന്താണ്? പഞ്ചതത്വമന്ത്രം ഏതാണ്? പഞ്ചതത്വമന്ത്രം ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ സാധിക ഒരു ഭക്തവൃന്ദ. ഇപ്പൊ തന്നെ നമ്മൾ 2 സ്ലൈഡ് മുന്നേ പറഞ്ഞു പോയതല്ലത്. നാമജപത്തിന്റെ ഗുണങ്ങൾ. ഇനി നാമജപം കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? നമുക്ക് മനസമാധാനം കിട്ടാനും യഥാർത്ഥ സന്തോഷം കിട്ടാനും എന്തുകൊണ്ട് സാധിക്കും? നാമജപം കൊണ്ട് സാധിക്കും. നമുക്ക് സമാധാനം ഉണ്ടാക്കാനും സന്തോഷം കിട്ടാനും നാമജപം കൊണ്ട് നമുക്ക് സാധിക്കും. പിന്നെ ജ്ഞാനോദയം ഉണ്ടാവാനായിട്ട്, നമുക്ക് ആ അറിവിന്റെ ഒരു ഉദയം ഉണ്ടാവാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് സാധിക്കും?
നാമജപം കൊണ്ട് സാധിക്കും. മനസ്സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ജ്ഞാനോദയം ഉണ്ടാവും. ഇതൊക്കെ നാമജപത്തിന്റെ ഗുണങ്ങളാണ്. ഇത് ഒറ്റയ്ക്ക് ഇരുന്നിട്ടും കൂട്ടായിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നാമം ജപിക്കാനായിട്ട് സാധിക്കും. എവിടെ ഇരുന്നിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് നാമം ജപിക്കാം. അതാണ് പറഞ്ഞു തന്നെയാണ് ഇനി വരുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഉത്കണ്ഠയിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടാവും. നമുക്ക് പിന്നെ എന്തുണ്ടാവില്ല? ഉത്കണ്ഠകൾ ഉണ്ടാവില്ല. നമുക്ക് എന്താകും എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ, അത് നമുക്ക് ഉണ്ടാവില്ല. അതാണ് നാമജപത്തിന്റെ ഗുണങ്ങൾ പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. വഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദി की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय, നിതായ് ഗുരു പ്രമാനന്ദ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. നമുക്ക് ഹരേ കൃഷ്ണ. ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അഷ്ടാംഗയോഗയുടെ 8 പടികൾ ഏതൊക്കെയാണ്? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. യമ, നിയമ, ആസന, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. അതാണ് അഷ്ടാംഗയോഗയുടെ 8 സ്റ്റെപ്പുകൾ അല്ലെ. യമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങള്, നിയമം നമ്മൾ അനുസരിക്കേണ്ട കാര്യങ്ങള്, പിന്നെ നിയമം പരിശീലിക്കേണ്ടത്, പിന്നെ നിയമാസന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെഡിറ്റേഷൻ സീറ്റ്, പിന്നെ നിയമ ആസന, പ്രാണായാമം നമ്മുടെ ശ്വാസം ചെയ്യാ, പിന്നെ പ്രാണായാമം, പ്രത്യാഹാരം, വിഡ്രോവൽ ഓഫ് സെൻസ്, നമ്മള് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, പിന്നെ എന്താണ് ധാരണ, കോൺസെൻട്രേഷൻ, പിന്നെ സമാധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അഷ്ടാംഗയോഗയുടെ 8 പടികള്, സ്റ്റെപ്പുകൾ. ഭക്തനായ ആത്മാവിന്റെ ഉറ്റ മിത്രവും ശത്രുവും ആരാണ്? എന്താണ്? ആർക്കെല്ലാം യോഗിയാവാൻ കഴിയില്ലെന്നാണ് ഭഗവാൻ പറഞ്ഞത്? ഇന്ദ്രിയസുഖങ്ങളിലുള്ള തൃഷ്ണ ഉപേക്ഷിക്കാതെ ആർക്കും യോഗിയാവാൻ കഴിയില്ല. ഇവിടെ പറഞ്ഞു, കുറച്ച് ഭക്ഷിക്കുന്നവർക്കും കുറെ ഉറങ്ങുന്നവർക്കും ഒട്ടും ഉറങ്ങാത്തവർക്കും യോഗിയാവാൻ കഴിയില്ല. ഭഗവാൻ പറഞ്ഞു. സ്ഥിരതയില്ലാത്ത മനസ്സിനെ എങ്ങനെ കീഴടക്കാന്നാണ് ഭഗവാൻ പറഞ്ഞത്? യുക്തമായ പരിശീലനം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാം. അതായത് യുക്തമായ പരിശീലനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്ന ഭഗവാൻ പറഞ്ഞു. 41ാമത്തെ ശ്ലോകത്തിൽ എന്തിനെ കുറിച്ചാ പറഞ്ഞു തന്നത്? യോഗസിദ്ധിക്കായി ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട യോഗപുരുഷനാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മളത് പരാജയപ്പെട്ടു, നമ്മൾ പിന്നെ ചെയ്യാണ്ടിരുന്നു. നമുക്ക് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ നമുക്കത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കുന്നതാണ് പറഞ്ഞത് അല്ലെ. അങ്ങനെ അവർ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ പുണ്യകർമ്മങ്ങൾ അനുഭവിക്കാനായിട്ട് അവർ ഉപരിലോകങ്ങളിൽ പോയിട്ട് ആ പുണ്യകർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ അനുഭവിക്കും. അതിനുശേഷം വീണ്ടും അവരെന്ത് ചെയ്യും? ഭൗതിക ലോകത്തിൽ അപ്പൊ ജന്മം എടുക്കുമ്പോ വൈഷ്ണവരുടെ ധനാഠ്യരായിട്ടുള്ള കുടുംബങ്ങളില്, അങ്ങനെ എന്താ പറയാ, നമുക്ക് ആത്മീയമായിട്ട് ഉയരേണ്ട കാര്യങ്ങളുള്ള കുടുംബത്തിലായിരിക്കും നമ്മള് ജന്മം എടുക്കാന്നുള്ളത് ഭഗവാൻ ഇവിടെ പറഞ്ഞു അല്ലെ. കുലശ്രേഷ്ഠരുടെ കുടുംബങ്ങളിലൊക്കെ ആയിരിക്കും നമ്മള് ജന്മം എടുക്കേണ്ടതായിട്ട് ഉണ്ടാവുന്നത്. യോഗികളിൽ വെച്ച് ഉത്തമനായിട്ടുള്ള യോഗി ആരാണെന്നാണ് ഭഗവാന്റെ അഭിപ്രായത്തിൽ ഭഗവാൻ പറഞ്ഞത്? പൂർണ്ണമായും ഭഗവാന് തന്നിൽ ചിന്ത ഉണ്ടാകുന്ന ആള്, പിന്നെ ദിവ്യ സേവനം, പരമാത്മാവിനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ യോഗികളിൽ ഉത്തമനാണ്. ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നവര്, എന്നിൽ തന്നെ നിലകൊള്ളുന്നവര്, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവര്, അങ്ങനെയുള്ളവരാണ് യോഗികൾ വെച്ച് ഏറ്റവും ഉത്തമനായിട്ടുള്ള യോഗി എന്നാണ് ഭഗവാന്റെ അഭിപ്രായത്തിൽ പറഞ്ഞത് അല്ലെ. പഞ്ചതത്വ മഹാമന്ത്രം ഏതാണ്? ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. അതാണ് പഞ്ചതത്വ മഹാമന്ത്രം. മഹാമന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത്? നമ്മള് കൃത്യമായിട്ട് വ്യക്തമായിട്ട് രാമ കൃഷ്ണ പിന്നെ കേൾക്കേണ്ട രീതിയിൽ മറ്റു സംഗതികളും ഇൻവോൾവ് ചെയ്യാതെ കൂടി ചൊല്ലണം. കേൾക്കേണ്ട രീതിയിലായിരിക്കണം നമ്മൾ ചൊല്ലേണ്ടത് അല്ലെ. പിന്നെ അങ്ങനെയായിരിക്കണം ചൊല്ലേണ്ടത്. പിന്നെന്താണ്? മഹാമന്ത്രം ചൊല്ലുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല? TV കാണരുത്, മൊബൈൽ കാണരുത്, പത്രം വായിക്കരുത്. അതെ, അങ്ങനെയൊന്നും മഹാമന്ത്രം ചെയ്യുമ്പോ പിന്നെ പകുതിയായിട്ട് ചൊല്ലി നിർത്താൻ പാടില്ല. അതൊന്നും ചെയ്യാൻ പാടില്ല. ചൊല്ലണം. നാമജപത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്?
മനസ്സമാധാനം, സന്തോഷം, ജ്ഞാനോദയം, ഭയം, ഉത്കണ്ഠയിൽ നിന്നുള്ള വിമുക്തി, കണ്ടതിൽ നിന്ന് മുക്തി ഉണ്ടാകും. അപ്പൊ നമുക്ക് നാമം ജപിക്കുമ്പോ നമുക്ക് എന്താണ് നാമജപത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും എന്നാ പറയുന്നത്. മനസ്സമാധാനം കിട്ടാനായിട്ട് നാമജപം സാധിക്കും. അതായത് നമുക്കൊരു 4 മാല ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും എന്നാ പറയുന്നത്. 4 മാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 108 × 4 അത്ര പ്രാവശ്യം ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ എത്ര വരുന്നത്? 108 × 4 എത്ര വരുന്നത്? 432 അല്ലെ? 4 3 7 2 9. അതായത് ഭഗവാന്റെ നമ്പറാണ് 9. അതായത് നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് 108 പ്രാവശ്യം ഭഗവാന്റെ മാല 4 പ്രാവശ്യം 108 മുത്തുള്ള ഒരു മാല 4 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് 432 പ്രാവശ്യം അല്ലെ ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? സമാധാനം കിട്ടുന്ന പറയണ. അപ്പൊ സമാധാനം വേണ്ടവരൊക്കെ എന്ത് ചെയ്യണം? 4 മാല ജപിക്കണം. സമാധാനം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4 മാല ജപിക്കാൻ അങ്ങോട്ട് തീരുമാനിക്കുക. 8 മാല ജപിച്ചു കഴിഞ്ഞാൽ 16 മാല ജപിക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് മാതാജി. അതെ, സ്പിരിച്വൽ ആയിട്ട് നമുക്ക് ആത്മീയമായിട്ട് ഉയരാനായിട്ട് നമ്മൾ 16 മാല ജപിക്കണം. 16 മാല ജപിക്കണം. പക്ഷെ ഫസ്റ്റ് നമ്മൾക്ക് 16 എണ്ണം ജപിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ആദ്യം 4 മാല ജപിക്കാൻ പറ്റുന്നവരെ പതുക്കെ പതുക്കെ 4ലേക്ക് കൊണ്ടുവരാം. 4ലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും. പിന്നെ നമുക്ക് ഉത്കണ്ഠയൊക്കെ ഇല്ലാണ്ടാവും, സമാധാനം കിട്ടും. പിന്നെ 8 മാലയിലേക്ക് എത്തിക്കഴിഞ്ഞാല് പിന്നെ 4 മാലയും കൂടെ എത്തിക്കഴിഞ്ഞാല് 8 മാല. ഒരു മിനിറ്റ്, ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ 8 മാല ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സ്പിരിച്വൽ ആയിട്ട് നമുക്ക് കുറച്ച് ആത്മീയത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. 16 മാല എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? നമുക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കും. 16 മാലയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കടക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് 4 മാല ജപിച്ചാൽ നമുക്ക് സമാധാനമാണ് മെയിൻ ആയിട്ട് പറയുന്നത്. 8 മാലയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കപ്പോ പിന്നെ 4 മാല മീൻസ് 8 മാല ആയിക്കഴിഞ്ഞാൽ എനർജി ഉണ്ടാവും. പിന്നെ നമുക്ക് സ്പിരിച്വൽ ആയിട്ട് ഉയരാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം നമുക്ക് 4 മാലയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. സമാധാനമാണല്ലോ നമുക്ക് ആദ്യം വേണ്ടത്. ആദ്യം നമുക്ക് അത് അപ്പൊ നമുക്ക് 4 മാല ആദ്യം ഒരു മാല ചൊല്ലാം. പിന്നെ ഒരു ഏകാദശി ആവുമ്പോൾ എടുത്ത് ഒരു മാലയും കൂടി കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് 4 മാലയിലേക്ക് എത്തിക്കാം. നാമം ചൊല്ലുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ വിരല് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ ഇന്ന് ക്ലാസ്സിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒന്നും കൂടി നാമജപത്തിന്റെ അതൊന്നുകൂടി കണ്ടോളൂ. ഈ വിരലുണ്ടല്ലോ നമ്മളെ ഈ ചൂണ്ടണ വിരലില്ലേ അത് നമ്മളെ അഹങ്കാരത്തെ സൂചിപ്പിക്കുന്ന വിരലാണ്. ഇത് നമ്മളെ അഹങ്കാരത്തെ സൂചിപ്പിക്കുന്ന വിരലാണ്. ഈ വിരൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മള് ബാക്കി ഈ 3 വിരലും അല്ലെങ്കിൽ ഈ വിരൽ 2 അങ്ങനെ ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മള് മാല പിടിക്കേണ്ടത്. കയ്യില് നമ്മൾ ഇങ്ങനെ മാല പിടിക്കില്ലേ, അങ്ങനെ ആയിരിക്കണം നമ്മൾ ചൊല്ലേണ്ടത്. കാരണം ഇത് നമ്മൾ അഹങ്കാരത്തെ സൂചിപ്പിക്കുന്ന വിരല്. ഇത് നമുക്ക് ഭക്തി കിട്ടാനായിട്ട് നമുക്ക് വേണ്ടതാണ്. ഈ വിരലാണ് ഭക്തിയെ പറയുന്നത്. ഇത് നമുക്ക് ഐശ്വര്യം തരുന്നത്, ഒരെണ്ണം നമുക്ക് ബുദ്ധി തരുന്നത്. നമ്മളുടെ ഈ 3 വിരൽ അങ്ങനെയാണ്. ഒന്ന് നമുക്ക് ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ ഐശ്വര്യം ഉണ്ടാവാനായിട്ട്, നമുക്ക് ബുദ്ധി ഉണ്ടാവാനായിട്ടുള്ളത്. നമുക്ക് ഇതെല്ലാം ഭക്തി കിട്ടിയാൽ നമുക്ക് എല്ലാം കിട്ടും. ബുദ്ധിയും കിട്ടും, ഐശ്വര്യം കിട്ടും, ഒക്കെ കിട്ടും. അല്ല നിങ്ങൾക്ക് ഇത് 3ഉം വേറെ വേറെ തന്നെ വേണമെങ്കിൽ ഈ 3 വിരൽ ഒരുമിച്ചിട്ടിട്ട് നമ്മൾ മാല ഇട്ടിട്ട് നാമം ജപിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ തള്ളവിരലും ഈ ഒരു വിരലും കൂടി വെച്ചുകൊണ്ട് നമുക്ക് മുത്തുമ പിടിച്ചിട്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. ഈ വിരല് നമ്മൾ ഉപയോഗിക്കരുത്. ഇത് നമ്മളുടെ എന്താണ് അഹങ്കാരത്തെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ ആയിരിക്കണം നമ്മള് നാമം ജപിക്കേണ്ടത്. ഇന്ന് ഐശ്വര്യമായിട്ട് എല്ലാവരും തുടങ്ങുന്ന നിർജ്ജല ഏകാദശിയാണ്. അപ്പൊ നിർജ്ജല ഏകാദശി നമുക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് നാമം ജപിക്കൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അപ്പൊ എല്ലാവരും ഇന്ന് നാമം